ഇതാ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു പുതിയ കഥയുമായി. ഒട്ടും സമയം ഞാൻ പാഴാക്കുന്നില്ല. നേരെ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണുക. കഥയുടെ തുടക്കത്തിൽ തന്നെ കിളിമാനൂർ പോലീസ് സ്റ്റേഷന്റെ പുറത്തെ മരച്ചുവട്ടിൽ പ്രായമുള്ള ഒരു പുരുഷനും സ്ത്രീയും കൂടെ 3-4 ചെറുപ്പക്കാരും നിൽക്കുന്നു. സ്ത്രീ ഇടയ്ക്കിടെ കണ്ണുനീർ തുടയ്ക്കുന്നുണ്ട്. ചെറുപ്പക്കാരും പ്രായമുള്ള പുരുഷനും അവരെ സമാധാനിപ്പിക്കുന്നു. ഗേറ്റ് കടന്നൊരു പോലീസ് ജീപ്പ് മുറ്റത്തേക്ക് വന്നു നിന്നു. ജീപ്പിൽ നിന്ന് CI ഷാഹുൽ ഹുസൈൻ ഇറങ്ങി. മരച്ചുവട്ടിൽ നിൽക്കുന്നവരെ ഒന്ന് നോക്കിയിട്ട് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് നടന്നു. പാറാവ് നിൽക്കുന്ന പോലീസുകാരനോട് ചോദിച്ചു, സുനിലേ, അവരെന്താ അവിടെ നിൽക്കുന്നത്? എന്താ കേസ്? സാർ, മിസ്സിംഗ് കേസാണ്. അവർ സാറിനെ കാണണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. SI ഇല്ലേ? ഉണ്ട് സാർ, പെറ്റീഷൻ കൊടുത്തു. സാറിനെ കൂടി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവരെ അകത്തേക്ക് വരാൻ പറ. ആ പിള്ളേരെ വെളിയിൽ നിർത്തിയാൽ മതി. ആവശ്യം വന്നാൽ വിളിക്കാം. സാർ. ഷാഹുൽ തൻ്റെ ക്യാബിൻ്റെ ഉള്ളിലേക്ക് പോയി. സുനിൽ അവരെ വിളിച്ച് CIയുടെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. അവർ CIയുടെ ക്യാബിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇരിക്കൂ, എന്താണ് പ്രശ്നം? ലോക്കപ്പിനുള്ളിൽ ഏതോ കുറ്റവാളിയെ മർദ്ദിക്കുന്നതിൻ്റെ ഒച്ച അവിടെ കേൾക്കാമായിരുന്നു. ഷാഹുൽ മേശപ്പുറത്തിരുന്ന് ബെല്ലമർത്തി. ഒരു കോൺസ്റ്റബിൾ വന്ന് സല്യൂട്ട് ചെയ്തു. പ്രവീണേ, ലോക്കപ്പിലാരാ? സാർ, ഹമീദ് സാറാണ്. അത് നിർത്തിയിട്ട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. സാർ. അയാൾ തിരിഞ്ഞു നടന്നു. പറയൂ, എന്താണ് പ്രശ്നം? നിങ്ങളുടെ പേരെന്താണ്? ഷാഹുൽ മുന്നിലിരിക്കുന്നവരുടെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. സാർ, എൻ്റെ പേര് രാജൻ. ഇതെൻ്റെ ഭാര്യ ഗിരിജ. ഞങ്ങളുടെ മോളെ കാണാനില്ല സാർ. അപ്പോഴേക്കും അയാൾ വിതുമ്പിപ്പോയി. ഗിരിജ ഏങ്ങലടിച്ച് കരയാനും തുടങ്ങി. അപ്പോഴേക്കും SI ഹമീദ് വന്നു. ഹമീദിനോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. പിന്നെ ഡോറിന് നേരെ നോക്കി നീട്ടി വിളിച്ചു, സന്ധ്യേ. വനിതാ കോൺസ്റ്റബിൾ സന്ധ്യ പെട്ടെന്ന് വന്ന് സല്യൂട്ട് ചെയ്തു. സന്ധ്യേ, ഈ അമ്മയെ അവിടെ കൊണ്ടിരുത്തു. സാർ. സന്ധ്യ ഗിരിജയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഷാഹുൽ സന്ധ്യയെ നോക്കി അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ ആംഗ്യം കാണിച്ചു. സന്ധ്യ തല കുലുക്കി അവരെയും കൂട്ടി പുറത്തേക്ക് നടന്നു. ഹമീദക്ക, ഇവർ പെറ്റീഷൻ തന്നിരുന്നോ? ഉവ്വ് സാർ. ഹമീദ് തൻ്റെ കൈവശമുണ്ടായിരുന്ന പേപ്പർ ഷാഹുലിനെ ഏൽപ്പിച്ചു. ഷാഹുൽ അതൊന്ന് വായിച്ചു നോക്കി. വിശദമായി പറയൂ. എപ്പോൾ മുതലാണ് മകളെ കാണാതായത്? കുട്ടിയുടെ പേരെന്താണ്? വയസ്സെത്ര? എല്ലാം വിശദമായി പറയൂ. സാർ, മോളുടെ പേര് രജനി. വയസ്സ് 20. രാവിലെ ഫ്രണ്ടിനെ കാണാനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയതാണ്. സന്ധ്യയായിട്ടും കാണാഞ്ഞപ്പോൾ അവളുടെ കൂട്ടുകാരെ വിളിച്ചു ചോദിച്ചു. അവിടെ എങ്ങും ചെന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഏത് ഫ്രണ്ടിനെയാണ് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. സഞ്ജീവിൻ്റെ വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞിരുന്നു. അവൾ അവിടെ ചെന്ന് അരമണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് ഇറങ്ങി എന്നാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? സഞ്ജീവ്. അവൻ പുറത്തു നിൽപ്പുണ്ട് സാർ. അവരെല്ലാം അവരെ കൊണ്ടാവുന്ന വിധം അന്വേഷിച്ചിരുന്നു. ഒടുവിൽ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ അവരാണ് ഞങ്ങളെയും കൂട്ടി ഇവിടെ വന്നത്. ഷാഹുൽ ഹമീദിനെ നോക്കി. ഹമീദ് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ ഹമീദിനൊപ്പം ആ 3 ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് പുറത്തു നിൽക്കൂ, ഞങ്ങൾ ഇവരോട് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ, ഹമീദ് രാജനോട് പറഞ്ഞു. രാജൻ പുറത്തേക്ക് ഇറങ്ങി. ഷാഹുൽ മൂവരെയും നോക്കി. നിങ്ങളിൽ ആരാണ് സഞ്ജീവ്? സാർ, ഞാനാണ്. വെളുത്തു മെലിഞ്ഞൊരു പയ്യൻ പറഞ്ഞു. ഇവരൊക്കെ? സാർ, ഞാൻ ഗോകുൽ, ഇത് അശ്വിൻ. നിങ്ങളും രജനിയും തമ്മിൽ എങ്ങനെയാ ബന്ധം? സാർ, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. പാരിപ്പള്ളി UKF കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. രജനി ഞങ്ങൾക്ക് പെങ്ങളെ പോലെയാണ്. പോലെയല്ല, പെങ്ങൾ തന്നെയാണ്. മറുപടിയായി ഗോകുൽ പറഞ്ഞു. രജനി എന്തിനാ സഞ്ജീവനെ കാണാൻ വന്നത്? എപ്പോഴാണ് തിരിച്ചു പോയത്? ചിലപ്പോഴെല്ലാം അവൾ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്. ഞങ്ങൾ അവളുടെ വീട്ടിലും പോകാറുണ്ട്. അവൾ വരുമ്പോൾ ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. രാവിലെ 9 മണിക്ക് വന്നിട്ട് ഒരു 9:30 ആയപ്പോൾ പോയി. അവൾ വരുമ്പോൾ നിങ്ങൾ 3 പേരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ? അല്ല, അമ്മയും അനുജത്തിയും ഉണ്ടായിരുന്നു. സഞ്ജീവ് തൻ്റെ മൊബൈലിൽ വീട്ടിലെ CCTV ഫുട്ടേജ് പ്ലേ ചെയ്ത് ഷാഹുലിനെ കാണിച്ചു. അതിൽ രജനി വരുന്നതും പോകുന്നതും കാണാം. സമയവും അവർ പറഞ്ഞത് തന്നെ കാണിക്കുന്നു. രജനിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്കറിയുമോ? നാട്ടിലോ കോളേജിലോ മറ്റോ? മൂവരും പരസ്പരം നോക്കി എന്തോ കണ്ണുകൾ കൊണ്ട് കാണിച്ചു. എന്തേ 3 പേരും കൂടി കഥകളി കാണിക്കുവാണോ? ഹമീദ് അവരോട് ചോദിച്ചു. സാർ, അത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ക്യാമ്പസിലുണ്ട് ഒരു അക്ഷയ് ചന്ദ്രൻ. അവനും ഈ നാട്ടുകാരൻ തന്നെയാണ്. ഇവിടെ എവിടെ? ഷാഹുൽ അവരെ മാറി മാറി നോക്കി. സാർ, ഇവിടെ പോങ്ങനാട്. സഞ്ജീവ് ഗോകുലിനെയും അശ്വിനെയും നോക്കിയിട്ട് പറഞ്ഞു. ഒരു ദിവസം ഞങ്ങൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ രജനി ഇരുന്ന് കരയുന്നത് കണ്ടു. കാര്യം അന്വേഷിച്ചപ്പോൾ അക്ഷയും കൂട്ടരും അവളോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞു. ഞങ്ങളത് അക്ഷയോട് ചോദിക്കാൻ ചെന്നു. അടിയായി. അത് ക്യാമ്പസിന് പുറത്തു വച്ചായിരുന്നു. എന്ത് അപമര്യാദയാണ് കാണിച്ചതെന്ന് നിങ്ങൾക്കറിയില്ലേ? ഹമീദ് ചോദിച്ചു. അത് അവന്മാരുടെ കൂടെ ഒരു ദിവസം കിടക്കാമോന്ന് അശ്വിനാണ് പറഞ്ഞത്. അപ്പോൾ അവന്മാർക്കിട്ട് 2 കിട്ടേണ്ടത് തന്നെയാ. നിങ്ങൾക്കാണോ കിട്ടിയത്, അത് അവർക്കാണോ കൊടുത്തത്? ഹമീദിന് അതറിയാൻ താല്പര്യം തോന്നി. അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടി. അതോടെ ഞങ്ങളും രജനിയും നല്ല കൂട്ടായി. അവന്മാർക്ക് നമ്മളോടുള്ള ശത്രുതയും കൂടി. ഞങ്ങളെയും രജനിയെയും ചേർത്ത് ഓരോ അപവാദം പറഞ്ഞുണ്ടാക്കി. പിന്നെ പലപ്പോഴും അക്ഷയ് അവളോട് ഇഷ്ടമാണെന്നും അവളെ കല്യാണം കഴിച്ചോളാമെന്നുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൂവരും മാറി മാറി പറഞ്ഞു. അവന്മാരെന്നു പറഞ്ഞതല്ലാതെ ആരൊക്കെയാണെന്ന് വ്യക്തമായി പറ.
അതുപോലെ അവരെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ അതും. ഷാഹുൽ ശാന്തമായി പറഞ്ഞു. ദേഷ്യത്തിൽ പറഞ്ഞാൽ പിള്ളേര് പേടിച്ചൊന്നും പറയില്ലെന്ന് ഷാഹുലിന് നന്നായി അറിയാമായിരുന്നു. അവർ 3 പേരാണ് ഒരു ഗ്യാങ്. അക്ഷയ്, കിരൺ, യദു. അക്ഷയുടെ ഫാദർ US-ലാണ്. കിരണിൻ്റെയും യദുവിൻ്റെയും ഫാദർ UK-യിലും. അതിൻ്റെ അഹങ്കാരം അവർക്കുണ്ട്. അക്ഷയ് ഒരു കാര്യം വിചാരിച്ചാൽ അത് നേടാൻ എന്ത് പോക്രിത്തരവും ചെയ്യും, ഗോകുൽ പറഞ്ഞു. അക്കൂട്ടത്തിൽ ഗോകുലിന് മറ്റുള്ളവരെ അപേക്ഷിച്ച് പക്വത കൂടുതലുണ്ടെന്ന് ഷാഹുലിന് തോന്നി. രജനിയുടെ തിരോധാനത്തിൽ അവർക്ക് പങ്കുണ്ടെന്നാണോ നിങ്ങളുടെ സംശയം? അത് ഞങ്ങൾക്ക് അറിയില്ല സാർ, മൂവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. രജനിക്ക് ആരോടെങ്കിലും പ്രണയമുള്ളതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല സാർ, അവൾക്കങ്ങനെ ആരോടും തോന്നിയിട്ടില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും അവൾ ഞങ്ങളോട് പറയും. ആ കാര്യത്തിൽ മൂവർക്കും സംശയമില്ലായിരുന്നു. ഓക്കെ, നിങ്ങൾ 3 പേരുടെയും വീടുകളും രജനിയുടെ വീടും തമ്മിൽ എത്ര ദൂരമുണ്ട്? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അവളുടെ വീടുമായി. എൻ്റെ വീടിൻ്റെ 4-5 വീടിനപ്പുറമാണ് ഗോകുലിൻ്റെയും അശ്വിൻ്റെയും വീട്. നിങ്ങളുടെ വീട്ടിലും രജനി വരാറുണ്ടോ? ഷാഹുൽ ഗോകുലിനെയും അശ്വിനെയും നോക്കി ചോദിച്ചു. അങ്ങനെ വരാറില്ല, 1-2 വട്ടമേ വന്നിട്ടുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളും അമ്മയും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഫാദേഴ്സ് ദുബായിലാണ്. സഞ്ജീവൻ്റെ വീട്ടിൽ അമ്മയും അനുജത്തിയുമുണ്ട്. അതായിരിക്കും ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വരാത്തത്, ഗോകുൽ പറഞ്ഞു. സഞ്ജീവൻ്റെ ഫാദർ ചെന്നൈയിലൊരു കമ്പനിയിലാണ് സാർ. പ്രവീൺ! ഷാഹുൽ ഡോറിന് നേരെ നോക്കി വിളിച്ചു. വിളി കേട്ടതും പ്രവീൺ വേഗം തന്നെ അകത്തേക്ക് വന്ന് സല്യൂട്ട് ചെയ്തു. പ്രവീൺ, ഇവരുടെ ഫോൺ നമ്പറും അഡ്രസ്സും വാങ്ങിയേക്ക്. ആ പുള്ളിക്കാരനോട് വരാൻ പറ. സാർ. പ്രവീൺ മൂവരെയും കൂട്ടി പുറത്തേക്കിറങ്ങി. രാജൻ അകത്തു വന്നു. രാജൻ, ഞങ്ങൾ അന്വേഷിക്കാം, വിഷമിക്കണ്ട. എത്രയും പെട്ടെന്ന് മകളെ കണ്ടെത്താം. രജനിയുടെ ഫോൺ നമ്പറും കൂടി കൊടുത്തേക്ക്. രാജൻ തല കുലുക്കിയിട്ട് എഴുന്നേറ്റ് പോയി. അമീതക്ക, ആ പയ്യന്മാരുടെ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കണം. പിന്നെ ചുറ്റുവട്ടത്തുള്ള CCTV ഫുട്ടേജ് കളക്ട് ചെയ്യണം. രജനിയുടെ വീട്ടിലും കയറണം. രജനിയുടെ റൂമിൽ നിന്ന് എന്തെങ്കിലും ലീഡ് കിട്ടുവാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കണം. രാവിലെ തന്നെ പോയിക്കോ. പ്രവീണിനെയും കൂട്ടിക്കോ. പിന്നെ ആ അക്ഷയുടെയും വീട്ടിലൊന്ന് അന്വേഷിച്ചേക്ക്. ഇനി ഇവരറിയാതെ ചിലപ്പോൾ അക്ഷയുമായി പ്രണയത്തിലായിരുന്നെങ്കിലോ? ഒളിച്ചോടിയതാണോ എന്നൊന്നും അറിയില്ലല്ലോ, അതിനും ഒരു ക്ലാരിറ്റി ആവുമല്ലോ. ഓക്കെ സാർ. അമീത് ഷാഹുലിനെ സല്യൂട്ട് ചെയ്ത് പുറത്തിറങ്ങി. ഷാഹുലാണെങ്കിൽ അവരാരും അറിയാതെ അവരുടെ വോയിസ് റെക്കോർഡ് ചെയ്തിരുന്നു. ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് അത് പ്ലേ ചെയ്ത് കേൾക്കാൻ തുടങ്ങി. റെക്കോർഡ് ചെയ്ത വോയിസിൽ നിന്ന് ഷാഹുലിന് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. മൂവരുടെയും മൊഴികളിൽ വൈരുദ്ധ്യമൊന്നും തോന്നിയില്ല. ഷാഹുൽ ഹമീദെ ഏൽപ്പിച്ച പരാതിക്കൊപ്പമുണ്ടായിരുന്ന ഫോട്ടോയിലേക്ക് നോക്കി. സാമാന്യം സൗന്ദര്യമുള്ള പെൺകുട്ടി. ഷാഹുൽ 3 പേരുകൾ എഴുതി അതിലൊരു പേരിൽ ചുവന്ന പേന കൊണ്ട് വട്ടം വരച്ചു. പിന്നെ ആ പേരിലേക്ക് നോക്കിയിരുന്നു. പിറ്റേന്ന് 11 മണി കഴിഞ്ഞപ്പോൾ SI ഹമീദ് ഷാഹുലിൻ്റെ ക്യാബിനിലേക്ക് കടന്നു വന്നു. ഷാഹുലിന് സല്യൂട്ട് ചെയ്തു. തിരിച്ച് വിസ് ചെയ്തുകൊണ്ടിരിക്കാൻ ആംഗ്യം കാണിച്ചു. പോയിട്ട് എന്തായി ഹമീദക്ക, വല്ല ലീഡും കിട്ടിയോ? സാർ, സഞ്ജീവൻ്റെ വീട്ടിലെ CCTV ഫുട്ടേജ് പരിശോധിച്ചു. അതിൽ പ്രത്യേകിച്ചുണ്ടോയെന്ന് പറയാൻ രജനി പോയതിൻ്റെ തൊട്ടു പിന്നാലെ ഗോകുലും അശ്വിനും പോയിട്ടുണ്ട്. പിന്നെ ഗോകുലിൻ്റെ വീട്ടിൽ CCTV ഇല്ല. അശ്വിൻ്റെ വീട്ടിലേത് വർക്കിംഗ് അല്ല, കംപ്ലൈൻ്റ് ആയിട്ട് 1 മാസമായെന്ന് അശ്വിൻ്റെ അമ്മ പറഞ്ഞു. രജനിയുടെയും വീട്ടിൽ റൂം പരിശോധിച്ചെങ്കിലും അവിടുന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. ഷാഹുൽ നീട്ടിയൊന്ന് മൂളി. മറ്റേ പിള്ളേരെ കുറിച്ച് അന്വേഷിച്ചോ? അവർ 3 ദിവസമായി നാട്ടിലേ ഇല്ല. ബാംഗ്ലൂരിൽ പോയെന്നാണ് അറിഞ്ഞത്. മൂവർ സംഘത്തിനൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്. അതാരാണ് പുതിയ ഒരാൾ? ഷാഹുൽ മുന്നോട്ട് ആഞ്ഞിരുന്നു. അത് പോങ്ങനാട് ജംഗ്ഷനിലെ ക്ലാസിക് മൊബൈൽ ഷോപ്പ് നടത്തുന്ന പ്രണവ്. ഹമീദിക്ക, ഈ 3 പേരുടെയും പിന്നെ രജനിയുടെയും നമ്പർ സൈബർ സെല്ലിൽ കൊടുത്തിട്ട് അതിൻ്റെ ലൊക്കേഷൻ അറിയണം. അതുപോലെ കോൾ ഡീറ്റെയിൽസും എടുക്കണം. അക്കൂട്ടത്തിൽ സഞ്ജീവൻ്റെയും കൂട്ടരുടെയും. മറ്റേ ടീമിൻ്റെ തൽക്കാലം ലൊക്കേഷൻ മാത്രം എടുത്താൽ മതി. സാർ, പോരുമ്പോൾ തന്നെ സൈബറിലെ നമ്മുടെ യതീന്ദ്രനെ വിളിച്ച് നമ്പർ കൊടുത്ത് വിവരം പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസ് സാറിൻ്റെ ഇമെയിലിൽ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അയച്ചു കാണും, സാറൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. നന്നായി ഹമീദക്ക, നോക്കട്ടെ. ഷാഹുൽ ഇമെയിൽ ചെക്ക് ചെയ്തു. അതിൽ യതീന്ദ്രൻ അയച്ചു കൊടുത്ത ഡീറ്റെയിൽസ് കിടപ്പുണ്ടായിരുന്നു. അക്ഷയും കൂട്ടരും ബാംഗ്ലൂരിൽ എവിടേക്ക് പോയി എന്നുള്ളതും ഇപ്പോഴവർ ട്രാവലിംഗ് ആണെന്നും രജനിയുടെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയ സമയത്തുള്ള ടവർ ലൊക്കേഷനും അതിലുണ്ടായിരുന്നു. കൂടാതെ സഞ്ജീവൻ്റെയും കൂട്ടരുടെയും കോൾ ലിസ്റ്റും. എല്ലാം വിശദമായി നോക്കിയിട്ട് ഒരു നമ്പറിൽ മാത്രം ഷാഹുൽ ചുമന്ന മഷുകൊണ്ട് വൃത്തം വരച്ചു. ഹമീദക്ക, അക്ഷയും കൂട്ടരും ബാംഗ്ലൂരിൽ പോയി എന്നുള്ളതിന് തെളിവുണ്ട്. പക്ഷെ അക്കൂട്ടത്തിൽ അക്ഷയ് ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. സാർ പറഞ്ഞു വരുന്നത്? അതെ ഹമീദക്ക, എൻ്റെ ഒരു സംശയമാണ്. യദുവും കിരണും അക്ഷയുടെ ചങ്സാണ്. ഇങ്ങനെയൊരു കേസുണ്ടായാൽ സ്വാഭാവികമായും അവരെ സംശയിക്കുമെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് എന്തുകൊണ്ട് അക്ഷയുടെ മൊബൈൽ അവർക്ക് കൊടുത്തു വിട്ടുകൂടാ? അങ്ങനെയാവുമ്പോൾ ലൊക്കേഷൻ നോക്കുമ്പോൾ അക്ഷയും അവർക്കൊപ്പം ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാമല്ലോ. അത് ശരിയാണ് സാർ, പക്ഷെ അവർ പിള്ളേർ സെറ്റല്ലേ. അപ്പോൾ എന്തായാലും അതിൽ ആരെങ്കിലും ഒരാൾ FBയിലോ ഇൻസ്റ്റയിലോ അവിടെ നിന്നുമുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാതിരിക്കില്ല. അവരുടെ FB അക്കൗണ്ടിൽ ഒന്ന് കയറി നോക്കിയാലോ? ഷുവർ. ഹമീദക്കയുടെ അഭിപ്രായം ശരിയായിരിക്കാം, നമുക്ക് അതുകൂടി നോക്കാം. ഷാഹുൽ തൻ്റെ FB അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്തു. ഒരേ പേരിൽ നിരവധി പേരുണ്ടായിരുന്നുവെങ്കിലും
മ്യൂച്വൽ ഫണ്ടായിട്ട് മറ്റുള്ളവരുടെ പേര് കണ്ട അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതിൽ ബാംഗ്ലൂരിൽ പല സ്ഥലങ്ങളിൽ നിന്നെടുത്ത ഫോട്ടോസ് ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെയും നോക്കി. എല്ലാത്തിലും 4 പേര് നിൽക്കുന്ന ഫോട്ടോസ് ആയിരുന്നു. ഷാഹുൽ ചിന്താകുലനായി. ഇനി രജനിക്ക് ആരും അറിയാതെ ഒരു കാമുകനുണ്ടെങ്കിലോ? ഷാഹുൽ രജനിയുടെ കോൾ ലിസ്റ്റിൽ രാത്രികാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിളിച്ച നമ്പർ തിരയാൻ തുടങ്ങി. ഒടുവിൽ ഒരു നമ്പർ കണ്ടെത്തി. ദിവസം രാത്രി 10:30ക്കും 11നും ഇടയിൽ വിളിക്കുന്ന ഒരു നമ്പർ. കോൾ ഡ്യൂറേഷൻ 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്നവ. ആ നമ്പർ ഷാഹുൽ തൻ്റെ മൊബൈലിൽ ഡയൽ ചെയ്തു. ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു. 2-3 വട്ടം ഫോൺ ചെയ്തിട്ടും മറുതലക്കിൽ ആരും കോൾ എടുത്തില്ല. 5 മിനിറ്റിനുള്ളിൽ ആ നമ്പറിൽ നിന്ന് തിരിച്ചു കോൾ വന്നു. ഷാഹുൽ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു. മറുതലക്കിൽ നിന്നൊരു സ്ത്രീ ശബ്ദമാണ് കേട്ടത്. ഹലോ, ഇതാരാണ്? കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് CI ഷാഹുൽ ഹുസൈനാണ് സംസാരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഫോണാണോ? അതെ സാർ. എന്താ സാർ കാര്യം? പറയാം. ആദ്യം നിങ്ങളുടെ പേരും എവിടെയാണ് വീടെന്നും എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറയൂ. സാർ, എൻ്റെ പേര് നിത്യ. ഞാൻ പാരിപ്പള്ളി UKF കോളേജിൽ പഠിക്കുന്നു. ചാവർക്കോടാണ് വീട്. വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും മാത്രം. അച്ഛന് മേസ്ത്രി പണിയാണ്, അമ്മ ഹൗസ് വൈഫ്. നിത്യ തന്നെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു. നിത്യയ്ക്ക് അവിടെ പഠിക്കുന്നൊരു രജനിയെ അറിയോ? അറിയാം സാർ. അവൾ എന്നും എന്നെ വിളിക്കാറുണ്ട്. ഞാനും അവളുമായുള്ള ഫ്രണ്ട്ഷിപ്പ് അവളുടെ കൂടെയുള്ള ബോയ്സിന് ഇഷ്ടമല്ല. ഇന്നലെ അവൾ വിളിച്ചില്ല. സാറിന് എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? അവളുടെ സംസാരത്തിൽ നിന്ന് അവളൊരു സംസാരപ്രിയയാണെന്ന് ഷാഹുലിന് മനസ്സിലായി. നിത്യ ഇന്നലെ മുതൽ രജനിയെ കാണാനില്ല. അവളുടെ കോൾ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അതിൽ ദിവസവും രാത്രി 10:30ക്കും 11നും ഇടയിൽ ഈ നമ്പറിലേക്ക് കോൾ വിളിക്കുന്നതായി കണ്ടു. അതുകൊണ്ടാണ് വിളിച്ചത്. രജനി ആരോടെങ്കിലും പ്രണയമോ മറ്റോ ഉള്ളതായി നിത്യയ്ക്ക് അറിയുമോ? അറിയാമെങ്കിൽ തുറന്നു പറയണം. അത് കേസന്വേഷണത്തെ സഹായിക്കും. എന്തുണ്ടെങ്കിലും പറഞ്ഞു. നിത്യയ്ക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സാർ, അവൾക്ക് അങ്ങനെയൊന്നുമില്ല. പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം, അച്ഛനെയും അമ്മയെയും നന്നായി നോക്കണം എന്നൊക്കെ വിളിക്കുമ്പോഴെല്ലാം പറയും. അവൾക്കൊപ്പമുള്ള ബോയ്സിനോടല്ലാതെ മറ്റു ബോയ്സിനോട് അവൾ മിണ്ടാറില്ലേ? അവന്മാരോട് തന്നെ അവൾക്ക് വേണ്ടി മറ്റൊരു കൂട്ടരുമായി അടി ഉണ്ടാക്കിയത് കൊണ്ടാണ് കൂട്ടായത്. അല്ലാതെ മറ്റൊരു ബന്ധമുള്ളതായി അവൾ ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല. എന്തുണ്ടെങ്കിലും അവൾ എന്നോട് പറയാറുണ്ട്. അടിയുണ്ടാക്കിയത് അക്ഷയും കൂട്ടരുമായിരുന്നു. അതെ സാർ. ഓക്കെ നിത്യ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ഷാഹുൽ കോള് കട്ട് ചെയ്ത ഹമീദിനെ നോക്കി. ഹമീദക്ക, രജനിക്ക് ആരുമായും വലിയ അടുപ്പമില്ലെന്നാണ് ആ കുട്ടി പറഞ്ഞത്. രജനിയുടെ ഫാമിലി എങ്ങനെയാ? ഐ മീൻ ഫിനാൻഷ്യലി? സാർ, അതൊരു സാധാരണ ഫാമിലിയാണ്. അയാൾക്ക് വീടിനോട് ചേർന്നൊരു പലചരക്ക് കടയുണ്ട്. പിന്നെ ചെറിയ ചിട്ടിയും കാര്യങ്ങളും. രജനിക്ക് മെറിറ്റിലാണ് അവിടെ അഡ്മിഷൻ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഫീസിലും ഇളവുണ്ട്. ഹമീദക്ക, ആ പിള്ളേരെ ഒന്നുകൂടി വിളിപ്പിക്കണം ഇപ്പോൾ തന്നെ. പിന്നെ അക്ഷയുടെയും കൂട്ടരുടെയും വീട്ടിൽ പറഞ്ഞിട്ടില്ലേ അവന്മാർ വരുമ്പോൾ ഇവിടെ വരാൻ പറയണമെന്ന്? ഉവ്വ സാർ, പറഞ്ഞിട്ടുണ്ട്. അവന്മാരെ ഇപ്പോൾ തന്നെ വിളിക്കാം സാർ. ഹമീദ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അരമണിക്കൂറിനുള്ളിൽ സഞ്ജീവും കൂട്ടരും ഷാഹുലിൻ്റെ മുന്നിലെത്തി. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട്. രജനി പോയി എത്ര നേരം കഴിഞ്ഞാണ് നിങ്ങൾ സഞ്ജീവിൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയത്? ഷാഹുൽ ഗോകുലിനെയും അശ്വിനെയും നോക്കി ചോദിച്ചു. സാർ, അവളിറങ്ങി തൊട്ടു പിന്നാലെ തന്നെ ഞങ്ങളും ഇറങ്ങി. ഇരുവരും ഒരുമിച്ച് പറഞ്ഞു. നിങ്ങൾ നേരെ സ്വന്തം വീടുകളിലേക്ക് പോയോ അതോ മറ്റെവിടെയെങ്കിലും പോയോ? സാർ, ഞങ്ങൾ നേരെ അശ്വിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അശ്വിൻ്റെ മമ്മി ഇവിടെ കോർപ്പറേഷൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ആൻറ്റി പോയി കഴിഞ്ഞാൽ അവിടെ അശ്വിൻ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെ ഞാൻ അവനോടൊപ്പം അവിടെ ഇരിക്കും. ചിലപ്പോഴേക്ക് സഞ്ജീവും കൂടെ കാണും. ഇന്നലെ നിങ്ങൾ അവിടെ ചെന്ന് എന്ത് ചെയ്യുകയായിരുന്നു? അല്ല, സാധാരണ എന്തൊക്കെയാണ് രണ്ടുപേരും കൂടി ചെയ്യാറുള്ളത്? സാധാരണ ഞങ്ങൾ അവിടെ ഒന്നുകിൽ പഠിക്കും, ഇല്ലെങ്കിൽ ഗെയിം കളിക്കും. ഇന്നലെ ഞങ്ങൾക്ക് കുറച്ച് അസൈൻമെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഷാഹുലൊന്ന് നീട്ടി മൂളി. പിന്നെ ഇരുവരെയും തറപ്പിച്ചു നോക്കി. പിന്നെ കേസ് ഫയലിലേക്ക് കണ്ണു നട്ടുകൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വെച്ചാണ് രജനിയുടെ ഫോൺ ഓഫായിരിക്കുന്നത്. അതിനർത്ഥം അവൾ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ്. ഇനി പറ, ആ ഫോൺ ഇപ്പോൾ എവിടെയാണ്? രജനിയെ നിങ്ങൾ എന്ത് ചെയ്തു? ഷാഹുൽ ഫയലിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി ഗോകുലിനെയും അശ്വിനെയും നോക്കി. മൂവരും ഞെട്ടി പരസ്പരം നോക്കി. സാർ, എന്തൊക്കെയായി പറയുന്നേ? ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ ഞങ്ങളുടെ രജനിയെ കൊന്നെന്നാണോ സാർ പറഞ്ഞു വരുന്നത്? സാർ, ഞങ്ങളെ പ്രതികളാക്കാനാണോ ശ്രമിക്കുന്നത്? ഗോകുൽ ക്ഷോഭം കൊണ്ട് വിറച്ചു. ഷാഹുൽ അവൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. രജനിയുടെ മൊബൈൽ ലൊക്കേഷൻ അവസാനമായി കാണിക്കുന്നത് നിങ്ങളുടെ വീടിൻ്റെ സമീപമുള്ള ടവർ ലൊക്കേഷനിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായും പോലീസിന് നിങ്ങളെ സംശയിക്കാം. നിങ്ങളൊരു നിത്യയെ അറിയോ? അറിയാം സാർ. മറുപടി സഞ്ജീവാണ് പറഞ്ഞത്. നിത്യയും രഞ്ജനിയുമായുള്ള ഫ്രണ്ട്ഷിപ്പിൽ നിങ്ങൾക്ക് എന്തായിരുന്നു എതിർപ്പുണ്ടാവാനുള്ള കാരണം? മൂവരും പരസ്പരം നോക്കിയിട്ട് ഗോകുൽ മറുപടി പറഞ്ഞു. സാർ, അത് അവളൊരു ലോ ക്ലാസ് ഫാമിലിയാണ്, അതാണ്. ലോ ക്ലാസ് ഫാമിലിക്ക് എന്താണോ കുഴപ്പം? ഞാനും ലോ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്നവനാണ്. നിന്റെയൊക്കെ പിൻതലമുറയുടെ ബാക്ക്ഗ്രൗണ്ട് നിനക്കൊക്കെ അറിയാമോ? ലോ ക്ലാസ് ഫാമിലി നിനക്കൊക്കെ പുച്ഛം. ഷാഹുൽ രൂക്ഷമായി അവരെ നോക്കി പറഞ്ഞു. മൂവരും തല കുനിച്ച് നിന്നു. പൊയ്ക്കോ. മൂവരും പുറത്തേക്ക് നടന്നു. ഷാഹുലിൻ്റെ ക്യാബിനിലേക്ക് പ്രവീൺ കയറി വന്ന് സെല്യൂട്ട് ചെയ്തു. സാർ, ആ പിള്ളേര് വന്ന് നിൽക്കുന്നു. ഏത് പിള്ളേര്? സാർ, ആ അക്ഷയും കൂട്ടരും. വരാൻ പറ. പ്രവീൺ പോയതിൻ്റെ തൊട്ടു പിന്നാലെ
അക്ഷയും കൂട്ടരും ക്യാബിനിലേക്ക് വന്നു. ഷാഹുൽ ചെയറിൽ ചാഞ്ഞിരുന്ന് മൂവരെയും നോക്കി. അക്ഷയ്, യദു, കിരൺ അല്ലേ? അതെ സാർ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ എവിടെയായിരുന്നു? സാർ, ഞങ്ങൾ ബാംഗ്ലൂരിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ മൊബൈൽ ഷോപ്പിലേക്ക് കുറച്ച് മൊബൈൽസും അക്സസറീസും വാങ്ങാൻ പോയിരുന്നു, അക്ഷയ് പറഞ്ഞു. ഏത് ഫ്രണ്ടിൻ്റെ? ഏത് മൊബൈൽ ഷോപ്പ്? പ്രണവ്, പോങ്ങനാട് ജംഗ്ഷനിലെ ക്ലാസിക് മൊബൈൽ ഷോപ്പ്. ബാംഗ്ലൂരിൽ നിങ്ങൾ എവിടേക്ക് പോയി? ഷാഹുൽ അവരുടെ ലൊക്കേഷൻ ചാർട്ട് എടുത്ത് നിവർത്തി. സാർ, ഞങ്ങൾ ആദ്യം അവിടേക്ക് ഒന്ന് ചുറ്റി, പിന്നെ കൃഷ്ണരാജപുരത്ത് ചോർ ബസാറിൽ പോയി. ചോർ ബസാറിൽ എന്തിന്? സാർ, അവിടെ സെക്കൻഡ് ഹാൻഡ് ബ്രാൻഡഡ് മൊബൈൽസ് കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. അത് വാങ്ങി ഷോപ്പിൽ കൊണ്ടുവന്ന് വിറ്റാൽ നല്ല ലാഭം കിട്ടും. ചോർ ബസാർ എന്ന് പറയുന്നത് മോഷണ സാധനങ്ങൾ വിൽക്കുന്ന ഇടമല്ലേ? അതെ സാർ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചിക്പേട്ട ബസാറിൽ പോയി. അവിടെ നിന്നാണ് അക്സസറീസ് എടുത്തത്. പിന്നെ തിരിച്ചു പോന്നു. അക്ഷയ് പറയുന്ന ഓരോ ലൊക്കേഷനും ഷാഹുൽ ചാർട്ടിൽ മാർക്ക് ചെയ്തു. ചാർട്ടിലെ ലൊക്കേഷനും അവർ പറഞ്ഞതും സത്യമാണെന്ന് ഷാഹുലിന് ബോധ്യപ്പെട്ടു. സാർ, എന്താണ് കാര്യമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല, കിരൺ അറച്ചറച്ച് ചോദിച്ചു. നിങ്ങൾ രജനിയെ അറിയോ? നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന രജനിയെ? മൂവരും പരസ്പരം നോക്കി. പിന്നെ അക്ഷയ് പറഞ്ഞു, അറിയാം സാർ. ആ കുട്ടി ഇന്നലെ മുതൽ കാണാനില്ല. അതിൻ്റെ അന്വേഷണ ഭാഗമായിട്ടാണ് നിങ്ങളെ വിളിപ്പിച്ചത്. കാണാനില്ലെന്നോ? അക്ഷയ് ഞെട്ടലോടെ ചോദിച്ചു. അതെ, നിനക്കതിൽ പങ്കുണ്ടോ? നോ സാർ, ഞങ്ങൾക്കൊരു പങ്കുമില്ല. ഇവനവളെ ഇഷ്ടമായിരുന്നു, യദു പെട്ടെന്ന് പറഞ്ഞു. ഒരു പെണ്ണിനോട് ഇഷ്ടമുണ്ടായിട്ടാണോടോ അവളുടെ കൂടെ കിടക്കാൻ വേണ്ടി വിളിച്ചത്? ഷാഹുൽ മേശമേൽ ആഞ്ഞടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു. മൂവരും ഒന്ന് ഞെട്ടി. സാർ, അങ്ങനെ ചോദിച്ചു എന്നുള്ളത് സത്യം. പിന്നെ അവളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്ക് അവളെ വിവാഹം ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായി. അത് അവളോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് അവളെ കിഡ്നാപ്പ് ചെയ്യാനോ മറ്റെന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കണമെന്നോ ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല സാർ. പറഞ്ഞു വരുമ്പോഴേക്കും അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. ഷാഹുൽ ഒന്ന് മൂളിയിട്ട് വാതിൽക്കലേക്ക് നോക്കി പ്രവീണിനെ വിളിച്ചു. പ്രവീണേ. പെട്ടെന്ന് പ്രവീൺ അകത്തേക്ക് വന്ന് സല്യൂട്ട് ചെയ്തു. സാർ. പ്രവീൺ, ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങിച്ചിട്ട് പറഞ്ഞു വിട്ടേക്ക്. സാർ. പ്രവീൺ അവരെയും കൂട്ടി ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് പോയി. ഷാഹുൽ ചെയറിൽ ചാഞ്ഞിരുന്ന ആലോചനയിൽ മുഴുകി. രജനിക്ക് എന്താവും സംഭവിച്ചിട്ടുണ്ടാകുക? അവൾ എവിടെ പോയി? സ്റ്റേഷനിലിരിക്കുമ്പോഴും ക്വാർട്ടേഴ്സിലെത്തുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴുമെല്ലാം അവൻ്റെ മനസ്സിൽ രജനിയുടെ മുഖമായിരുന്നു. തൻ്റെ ഇളയ പെങ്ങൾ ഷാഹിനയുടെ അതേ പ്രായമുള്ള രജനിയുടെ മുഖം. നല്ല ഉറക്കത്തിലായിരുന്ന ഷാഹുൽ മൊബൈൽ റിങ് ചെയ്യുന്നത് കേട്ടാണ് ഞെട്ടി ഉണർന്നത്. അവൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് മൊബൈലിൽ സമയം നോക്കി. 2:30 AM. ഈ സമയത്ത് ആരാണ് വിളിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് മൊബൈൽ കാതോട് ചേർത്തു. മറുതലക്കിൽ നിന്ന് പേടിയോടെയുള്ള ശബ്ദമാണ് കേട്ടത്. ഹലോ, ആരാണ്? സാറേ, ഞാൻ അക്ഷയാണ്. എന്താ അക്ഷയ് ഈ നേരത്ത്? സാറേ, എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. നീ ബൈക്ക് ഓടിക്കുകയാണോ? വാഹനം ഓടിച്ചുകൊണ്ട് മൊബൈൽ യൂസ് ചെയ്യരുതെന്ന് അറിയില്ല അക്ഷയ്. നീ ബൈക്ക് നിർത്തിയിട്ട് സംസാരിക്കുക. ഷാഹുലിന് ഉറക്കം നഷ്ടപ്പെട്ടതിലുള്ള ഈർഷ്യ ഉണ്ടായിരുന്നു. സാർ, ഞാൻ ഹെഡ്സെറ്റ് വെച്ചാൽ സംസാരിക്കുന്നത്. വണ്ടി നിർത്തിയാൽ അവരെന്നെ കൊല്ലും. ആര്? ഷാഹുൽ പെട്ടെന്ന് ജാഗരൂകനായി. അക്ഷയ് ഫോണിൽ കൂടി പറഞ്ഞ പേരുകൾ ഷാഹുലിന് കേൾക്കാൻ കഴിഞ്ഞില്ല. ബൈക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് റേഞ്ചും പോയി. ഹലോ അക്ഷയ്, നീയിപ്പോൾ എവിടെയാ? എന്താണ് സംഭവം? സാറേ, ഞാനിപ്പോൾ നഗരൂർ റോഡിലാണ്. കല്ലമ്പലം കിളിമാനൂർ റൂട്ടിൽ വരുമ്പോഴുള്ള പാറമടയുടെ അടുത്തെത്തി. അവനെൻ്റെ തൊട്ടു പിന്നാലെയുണ്ട്, ഒരു ബ്ലാക്ക് സ്കോർപിയോയിൽ. നീ ഇപ്പോൾ എവിടെന്നാ വരുന്നേ? ഈ രാത്രിയിൽ എന്തിനവിടെ പോയി? സാറേ, ഞാൻ വർക്കലയിൽ നിന്നാണ് വരുന്നത്. അവിടം തൊട്ടേ അവരെൻ്റെ പിന്നാലെയുണ്ട്. ബാക്കിയൊക്കെ നേരിൽ പറയാം. എങ്ങനെയെങ്കിലും എൻ്റെ ജീവൻ രക്ഷിക്കണം സാറേ. എന്നാൽ പിന്നെ നിനക്ക് കല്ലമ്പലം പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയാൽ പോരായിരുന്നു അക്ഷയ്. നീ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത്? ഒരു കാര്യം ചെയ്യേ, ആദ്യം കാണുന്ന ഏതെങ്കിലും വീട്ടിൽ കയറ്. ഞാനിപ്പോൾ പോലീസിനെ വിടാം. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല സാറേ. അവരെൻ്റെ തൊട്ടു പിന്നാലെയുണ്ട്. അവരാണ് നമ്മുടെ രജനിയെ. ബാക്കി കേൾക്കുന്നതിന് മുമ്പ് ഏതോ വാഹനം കൂട്ടിയിടിക്കുന്നതിൻ്റെ ഒച്ചയും അക്ഷയുടെ അർത്ഥനാദവുമാണ് ഷാഹുലിൻ്റെ കാതിൽ മുഴങ്ങിയത്. ഷാഹുൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കിളിമാനൂർ കല്ലമ്പലം റോഡിൽ പാറമട എത്തുന്നതിനു മുമ്പ് ഏതോ ഭാഗത്തൊരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് നിർദ്ദേശം നൽകി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ASI സുരേന്ദ്രനും നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾമാരായ സുനിലിനെയും ഉണ്ണികൃഷ്ണനെയും കൂട്ടി പുറപ്പെട്ടു. നഗരൂർ പാറമട എത്തുന്നതിന് 2 കിലോമീറ്റർ മുമ്പ് റോഡിലൊരു ബൈക്ക് മറിഞ്ഞു കിടക്കുന്നത് കണ്ട് പോലീസ് ജീപ്പ് നിർത്തി അവരിറങ്ങി ചുറ്റും നോക്കി. കുറച്ചു മാറി കലങ്ങിനടുത്ത് ആരോ കിടക്കുന്നത് കണ്ട് അവർ അങ്ങോട്ട് ഓടിച്ചെന്നു. ടോർച്ച് വെളിച്ചത്തിൽ അതൊരു ചെറുപ്പക്കാരനാണെന്ന് മനസ്സിലായി. കമിഴ്ന്നു കിടക്കുന്ന ശരീരം അവർ നേരെ കിടത്തി. മുഖത്തും ശരീരവും മുഴുവനും രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതുകൊണ്ട് ആളെ തിരിച്ചറിയാൻ അവർക്കായില്ല. ആ ശരീരത്തിൻ്റെ ചലനം നിന്നിരുന്നു. അടുത്തൊന്നും ആൾപ്പാർപ്പില്ലാത്ത ഒരിടമായിരുന്നു അത്. SI സുരേന്ദ്രൻ ഷാഹുലിനെ വിളിച്ച് കറക്റ്റ് സ്ഥലം പറഞ്ഞു കൊടുത്തു. ഷാഹുൽ അപ്പോൾ തന്നെ അങ്ങോട്ട് പുറപ്പെട്ടു. പുറപ്പെടുന്നതിന് മുമ്പ് യദുവിനെയും കിരണിനെയും വിളിച്ച് വിവരം പറയുകയും സ്പോട്ടിലെത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഷാഹുൽ എത്തുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് 2-3 പോലീസുകാർ കൂടി എത്തിയിരുന്നു. ഒപ്പം യദുവും കിരണും അക്ഷയുടെ ചില ബന്ധുക്കളും കിളിമാനൂർ നിന്ന് ആംബുലൻസും. ഷാഹുൽ എത്തി പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി ബോഡി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഒരു പോലീസുകാരനെയും അക്ഷയുടെ 2 ബന്ധുക്കളെയും കൂട്ടി ആംബുലൻസിൽ കയറ്റിവിട്ടു.
ശേഷം അക്ഷയുടെ വീട്ടിലറിയിക്കാനും കൂടെയുള്ള പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. പിന്നെ ബൈക്കിനടുത്തെത്തി നോക്കി. അതിൽ മൊബൈൽ ഹോൾഡർ കണ്ടു. അവൻ അവിടെയാകെ തിരയാൻ തുടങ്ങി. കരിയിലകൾക്കിടയിൽ കിടക്കുന്ന മൊബൈൽ അവൻ്റെ കണ്ണിൽപ്പെട്ടു. അവനതെടുത്തു നോക്കി. അതിൻ്റെ ഡിസ്പ്ലേ പൊട്ടിയിരുന്നു. അവൻ ആ മൊബൈല് പോക്കറ്റിലേക്ക് തിരികെ. അപ്പോഴേക്കും സമയം 3:30 AM കഴിഞ്ഞിരുന്നു. പോലീസ് സ്റ്റേഷനിലെത്തി കുറച്ചു നേരം തൻ്റെ ക്യാബിനിൽ ഇരുന്ന ശേഷം ക്വാർട്ടേഴ്സിലേക്ക് പോയി. സമയം 4 മണി കഴിഞ്ഞതുകൊണ്ട് പിന്നെ കിടക്കാൻ ശ്രമിച്ചില്ല. കിച്ചണിൽ പോയി ഒരു ചായയും ഇട്ടുകുടിച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടു. ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കൗട്ട് നിർത്തി ഫോൺ എടുത്തു നോക്കി. SI ഹമീദിൻ്റെ കോളായിരുന്നു അത്. ഷാഹുൽ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, എന്താ ഹമീദക്ക രാവിലെ തന്നെ? സാർ, വർക്കല പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ വന്നിട്ടുണ്ട്. എന്താ ഹമീദക്ക? ഷാഹുൽ ആകാംക്ഷയോടെ ചോദിച്ചു. മറുതലക്കിൽ നിന്ന് ഹമീദിൻ്റെ വാക്കുകൾ കേട്ട് അവൻ്റെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ കിനിഞ്ഞു. ഓക്കെ ഹമീദക്ക, ഞാൻ ഉടനെ സ്റ്റേഷനിൽ വരാം. പ്രവീണിനോട് എത്രയും പെട്ടെന്ന് റെഡിയായി സ്റ്റേഷൻ വരാൻ പറ. ഞങ്ങൾ ഉടനെ എത്തുമെന്ന് വർക്കല പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാൻ മറക്കണ്ട. പിന്നെ ബാത്റൂമിൽ കയറി ഫ്രഷായി വന്ന് യൂണിഫോം ധരിച്ച് ജീപ്പിൽ കയറി സ്റ്റേഷൻ ലക്ഷ്യമാക്കി നീങ്ങി. സ്റ്റേഷനിലെത്തുമ്പോൾ ഹമീദും പ്രവീണും പോകാൻ തയ്യാറായി നിന്നിരുന്നു. ഹമീദക്ക, സ്പോട്ട് എവിടാണെന്നാ പറഞ്ഞ്? പോകുന്ന വഴി ജീപ്പിലിരുന്ന് ഷാഹുൽ ചോദിച്ചു. സാർ, SN മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ പുറകുവശത്തായിട്ട് വരും. താഴെ വെട്ടൂർ പോകുന്ന റോഡിൽ പാലത്തിൻ്റെ താഴെ റെയിൽവേ ട്രാക്കിൽ. ആരാണ് ആദ്യം കണ്ടതെന്ന് പറഞ്ഞോ? സാർ, രാവിലെ പാൽ കറക്കാൻ പോകുന്ന ഒരു തമിഴ് പയ്യനാണെന്നാ പറഞ്ഞ്. പിന്നെ ഷാഹുൽ ഒന്നും ചോദിച്ചില്ല. അവൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു. ജീപ്പ് കല്ലമ്പലത്ത് നിന്ന് വർക്കല റോഡിലേക്ക് തിരിഞ്ഞു. 7 മിനിറ്റ് കൊണ്ട് ജീപ്പ് പുത്തൻചന്തയിലെത്തി. ജീപ്പ് ഓടിച്ചിരുന്നത് പ്രവീണായിരുന്നു. പുത്തൻചന്തയിൽ നിന്ന് ജീപ്പ് താഴെ വെട്ടൂർ റോഡിലേക്ക് തിരിഞ്ഞു. കുറച്ചു മുമ്പോട്ടോടിയപ്പോൾ തന്നെ പാലത്തിനും പരിസരത്തുമായി ആൾക്കൂട്ടം കണ്ടു. പ്രവീൺ ജീപ്പ് പാലം കഴിഞ്ഞ് വലത്തേക്ക് തിരിച്ച് ഒരു വീടിൻ്റെ ഗേറ്റിന് കുറച്ചു മുന്നിലായി നിർത്തി. ഷാഹുലും അമീദും പ്രവീണും കുറച്ചുകൂടി മുന്നിലേക്ക് നടന്ന് റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങി പാലത്തിൻ്റെ അടിവശത്തേക്ക് നടന്നു. അവരെ കണ്ടതും വർക്കല SI അവർക്കടുത്തേക്ക് വന്ന് ഷാഹുലിനെ സല്യൂട്ട് ചെയ്തു. ഷാഹുൽ തിരിച്ചു. റെയിൽവേ ട്രാക്കിൽ നിന്ന് ആൾക്കാരെ പോലീസ് ലാത്തി വീശി മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു. ഷാഹുലിനെയും കൂട്ടരെയും കണ്ട് വർക്കല CI സനൽകുമാർ ഷാഹുലിന് ഷേക്ക് ഹാൻഡ് നൽകി. ഹലോ ഷാഹുൽ. ഹലോ, ഫോറൻസിക് വന്നോ? ഇല്ല, 1 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. സനൽകുമാർ അവരെയും കൂട്ടി സ്പോട്ടിലേക്ക് നടന്നു. അവിടെ മുകളിൽ നിന്ന് തള്ളിയിട്ടതാവാം. മുകളിൽ അതിൻ്റെ പാടുണ്ട്. ട്രാക്കിൽ വീഴാത്തോണ്ട് ട്രെയിൻ കയറിയില്ല. ചാക്കിൽ കിട്ടിയ നിലയിലാണ്. ഓപ്പൺ ചെയ്തു. ഒരു പെൺകുട്ടിയുടേതാണ്. തല മാത്രമേ കണ്ടുള്ളൂ. ബാക്കിയൊക്കെ ഫോറൻസിക് കൂടി വന്നിട്ടാവാമെന്ന് കരുതി. ഫിംഗർ പ്രിന്റും മറ്റും എടുക്കണമല്ലോ. ഷാഹുൽ ചാക്ക് കെട്ട് കിടക്കുന്നതിൻ്റെ എതിർവശത്തേക്ക് നോക്കി. അവിടെ TVSൻ്റെ ഷോറൂമായിരുന്നു. അവൻ ഷോറൂമിലെ ക്യാമറകൾ ശ്രദ്ധിച്ചു. പിന്നെ ഹമീദിനെയും പ്രവീണിനെയും കൂട്ടി വന്ന വഴി തിരിച്ചു നടന്നു. പാലത്തിലൂടെ നടന്ന് ചാക്ക് കെട്ട് കിടക്കുന്നതിൻ്റെ മുകളിലായി വന്നു. റോഡിൽ നിന്നും അതുവഴി ഒരു മൺറോഡുണ്ടായിരുന്നു. ആ വശത്തുകൂടി ട്രാക്കിൽ ഇറങ്ങാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാവാം ചാക്കുകെട്ട് അവിടെ നിന്ന് താഴേക്ക് തള്ളിയതെന്ന് ഷാഹുലിനും കൂട്ടർക്കും മനസ്സിലായി. ഷാഹുലും കൂട്ടരും വീണ്ടും പാലത്തിനടിയിൽ ചെന്നു. സനൽ, ആ ഷോറൂമിലുള്ള CCTV ഫുട്ടേജിൻ്റെ കോപ്പി എനിക്ക് വേണം. അതിനുള്ള ഏർപ്പാട് ചെയ്യണം. പിന്നെ കൊല്ലപ്പെട്ട പെൺകുട്ടി എൻ്റെ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയാണോ എന്നറിയില്ല. അതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഫോട്ടോയിൽ കണ്ട കുട്ടിയുമായി നല്ല സാമ്യമുണ്ട്. വേണമെങ്കിൽ ഷാഹുലിന് ഇപ്പോൾ നോക്കി മനസ്സിലാക്കാം. വേണ്ട സാർ, ഫോറൻസിക് കൂടി വരട്ടെ. രജനിയെ കാണാതായി പരാതി കിട്ടി അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ ഹമീദ് പോലീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ രജനിയുടെ ഫോട്ടോ ഉൾപ്പെടെ ഇട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്കല പോലീസ് കിളിമാനൂർ പോലീസിനെ അറിയിച്ചത്. ആദ്യം കണ്ട ആൾ ആരാണ്? ഇവിടെ ഉണ്ടോ? സനൽ SI സജീവനെ വിളിച്ചു. സജീവ്, ആ തമിഴൻ ചെറുക്കനെ ഷാഹുലിനെ ഒന്ന് കാണിച്ചു കൊടുക്ക്. സജീവ് ഷാഹുലിനെയും ഹമീദിനെയും കൂട്ടിക്കൊണ്ടുപോയി. അവർക്കൊപ്പം പ്രവീണും. 2 പോലീസുകാർക്കിടയിൽ നിലത്ത് കുത്തിയിരിക്കുന്ന പയ്യനെ സജീവ് വിളിച്ചു. അവൻ എഴുന്നേറ്റ് അവർക്കടുത്തേക്ക് വന്നു. അവൻ്റെ മുഖത്ത് പേടി പ്രകടമായിരുന്നു. പേടിക്കണ്ട, എന്താ നിന്റെ പേര്? ഷാഹുൽ അവനെ സമാധാനപ്പെടുത്തി ചോദിച്ചു. ഞാൻ സെൽവൻ. സെൽവൻ എപ്പോഴാണ് കണ്ടത്? സാർ, ഞാൻ രാവിലെ താഴെ ഒരു വീട്ടിൽ പാൽ കറക്കാൻ പോയി തിരുമ്പ് വരുമ്പോൾ അങ്ങ് പട്ടികൾ എന്നമ്മോ കടിച്ചു വലിക്കുന്ന കണ്ടു. ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ഒരു ചാക്കുകെട്ട്. ഞാൻ ഇന്ത വഴി വന്ന് കല്ലെടുത്ത് പട്ടിയെ എറിഞ്ഞോടിച്ച് വന്ന് നോക്കുമ്പോൾ അവൻ അവിടെയും ഇവിടെയുമായി വിരൽ ചൂണ്ടി തമിഴിലും മലയാളവും കൂട്ടിക്കലർത്തി പറഞ്ഞു. നോക്കുമ്പോൾ എന്നമ്മോ എനിക്ക് ഭയമാച്ചു സാർ. ഞാൻ അപ്പോവേ അന്ത വീട്ടിൽ കയറി പറഞ്ഞു. അവർ താൻ പോലീസിനെ അറിയിച്ചത്. ഷാഹുൽ നീട്ടിയൊന്ന് മൂളി തിരിച്ചു നടന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഫോറൻസിക് ടീമെത്തി. അവർ ചാക്കുകെട്ടിനടുത്തെത്തി. 2 പോലീസുകാർ നിലത്ത് വിരിച്ച പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് ചാക്കുകെട്ടിൽ നിന്ന് മൃതദേഹം സൂക്ഷിച്ചെടുത്തു വച്ചു. കൈകാലുകൾ അറുത്തുമാറ്റപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം. അറുത്തുമാറ്റിയ കൈകാലുകൾ ചാക്കുകെട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മൃതദേഹത്തിൻ്റെ മുഖം കണ്ട് ഷാഹുലും കൂട്ടരും ഞെട്ടി. ഷാഹുലിനും അമീദിനും ആ മുഖത്തേക്ക് ഒന്നേ നോക്കാൻ കഴിഞ്ഞുള്ളൂ. അത് കാണാതായ രജനിയുടെ മൃതദേഹമായിരുന്നു. ഷാഹുൽ പ്രവീണിനെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ പ്രവീൺ അല്പം മാറി നിന്ന് ഗോകുലിനെ വിളിച്ച് വിവരം പറഞ്ഞു. ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ ബന്ധുക്കളെ ആരെങ്കിലും കൂട്ടി എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഫോറൻസിക് ഡോക്ടർ ഗീതാനന്ദൻ ബോഡി സൂക്ഷ്മമായി പരിശോധിച്ചു.
സമീപത്തുണ്ടായിരുന്ന CI സനലിനെയും ഷാഹുലിനെയും നോക്കി. ഷാഹുൽ, താനെന്തെവിടെ? ഡോക്ടർ ഗീതാനന്ദൻ ഷാഹുലിനെ കണ്ട അത്ഭുതത്തോടെ ചോദിച്ചു. ഡോക്ടർക്ക് ഷാഹുലിനെ മുമ്പേ അറിയാമായിരുന്നു. ഡോക്ടർ, ഈ കുട്ടി എൻ്റെ സ്റ്റേഷൻ പരിധിയിൽ കാണാതായ കുട്ടിയാണ്. ഇവിടുന്ന് അറിയിച്ചപ്പോൾ അതാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വന്നതാണ്. ഡോക്ടർ, ബോഡിയിൽ ബ്ലഡിൻ്റെ അംശം കാണാനില്ലല്ലോ, അതെന്താവും? മരണപ്പെട്ട 5 മണിക്കൂറിലധികം കഴിഞ്ഞിട്ടാവും കൈകാലുകൾ അറുത്തുമാറ്റിയത്. ബോഡിക്ക് 24 മണിക്കൂറിലധികം പഴക്കമുണ്ട്. കൈകാലുകൾ അറുത്തുമാറ്റിയത് ഹാക്സോ ബ്ലേഡ് കൊണ്ടാണെന്നാണ് എൻ്റെ നിഗമനം. ഡോക്ടർ, റേപ്പ് ചെയ്യപ്പെട്ടതിൻ്റെ ലക്ഷണം? ഷാഹുൽ ചോദിച്ചു. പുറമേ അതിൻ്റെ ലക്ഷണമായിട്ട് മുറിവുകളോ ഒന്നും കാണുന്നില്ല. വിശദമായ പരിശോധന നടത്തണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടി വരും. ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ അതിനുള്ള സൗകര്യമുണ്ടെന്ന് തോന്നുന്നില്ല, ഡോക്ടർ പറഞ്ഞിട്ട് സനൽ കുമാറിനെ നോക്കി. ഇവിടെ അത്രയും സൗകര്യമൊന്നുമില്ല ഡോക്ടർ. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, എങ്കിൽ പിന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്തോളൂ, ഡോക്ടർ സനലിനെയും ഷാഹുലിനെയും നോക്കി പറഞ്ഞു. ഡോക്ടർ, ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ പെൺകുട്ടിയുടെ ബന്ധുക്കളോ വരാൻ പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് പോരെ? ഷാഹുൽ ഗീതയോട് പറഞ്ഞിട്ട് സനലിനെയും നോക്കി. ഇരുവരും സമ്മതിച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ ഗോകുലും സഞ്ജീവും അശ്വിനും രജനിയുടെ ഒരു ബന്ധുവും കൂടി വന്നു. രജനിയുടെ മുഖം കണ്ടതും സഞ്ജീവ് അലറി വിളിച്ചു. അയ്യോ! ഗോകുലും അശ്വിനും അവനെ ബലമായി പിടിച്ചു മാറ്റി. സഞ്ജീവ് അലമുറയിട്ട് കരഞ്ഞു. അത് കണ്ടുകൊണ്ട് നിന്നവരുടെയും മുഖത്ത് സങ്കടം നിഴലിച്ചു. ഗോകുലും അശ്വിനും വല്ല വിധേനയും അവനെ കാറിൽ കൊണ്ടിരുത്തി. വർക്കല പോലീസ് ഗോകുലിൽ നിന്നും രജനിയുടെ ബന്ധുവിൽ നിന്നും ബോഡി കാണാതായ രജനിയുടേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതായി എഴുതി വാങ്ങി. ബോഡി പ്ലാസ്റ്റിക് ഷീറ്റിൽ കെട്ടി പൊതിഞ്ഞുകൂട്ടി നിന്നവരിൽ 2 പേരെ കൊണ്ട് ആംബുലൻസിലേക്ക് അടുപ്പിച്ചു. വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയ ഗീതയെ ഷാഹുൽ വിളിച്ചു. അവൻ്റെ ഒപ്പം സനൽകുമാറും ഉണ്ടായിരുന്നു. ഡോക്ടർ, എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും കിട്ടണം. അത് ഡോക്ടർ വിചാരിച്ചാൽ നടക്കും. ബോഡി കണ്ടെത്തിയത് ഇവിടുന്നാണെങ്കിലും കേസിൻ്റെ അന്വേഷണം എനിക്കായിരിക്കും. എൻ്റെ സർക്കിളിൽ നിന്നാണല്ലോ കാണാതായത്. ഡോക്ടർ ഷാഹുലിനെയും സനൽകുമാറിനെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും എവിടെ ഏൽപ്പിക്കണം? വർക്കല പോലീസ് സ്റ്റേഷനിലാണോ അതോ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലോ? സാധാരണ എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് ഷാഹുലിന് അറിയാമല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണമെങ്കിൽ നാളെ ശരിയാക്കിക്കാം. ഫോറൻസിക് റിപ്പോർട്ട് അല്പം താമസിക്കും, എന്നാലും ഒരാഴ്ചയ്ക്കുള്ളിൽ തരാൻ നോക്കാം. ഓക്കെ ഡോക്ടർ, പേഴ്സണലായി ഒരു കോപ്പി എനിക്ക് അയച്ചു തന്നാൽ മതി. ഒഫീഷ്യലായി ഇവിടുന്ന് കളക്ട് ചെയ്തോളാം. CI സനൽ എന്ത് പറയുന്നു? ഡോക്ടർ സനലിനെ നോക്കി ചോദിച്ചു. അങ്ങനെ ആയിക്കോട്ടെ ഡോക്ടർ. ഓക്കെ. ഫോറൻസിക്കിൻ്റെ വാഹനവും ആംബുലൻസും പോയി. ഷാഹുലും കൂട്ടരും ജീപ്പിലേക്ക് കയറാൻ തുടങ്ങിയതും വർക്കല SI സജീവ് എന്ന് പറഞ്ഞു. സാർ, ഷോറൂമിൽ നിന്നുള്ള CCTV ഫുട്ടേജ് കളക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇമെയിൽ ചെയ്താൽ മതിയോ അതോ ഇപ്പോൾ വേണോ? ഇപ്പോൾ വേണമെങ്കിൽ സ്റ്റേഷൻ വരെ വന്നാൽ മൊബൈലിലേക്കോ പെൻഡ്രൈവിലേക്കോ കോപ്പി ചെയ്തു തരാം. സ്റ്റേഷൻ്റെ ID-യിലേക്ക് ഇമെയിൽ ചെയ്താൽ മതി. ഓക്കെ സാർ. സാർ, ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് തിരിയുന്നതിൻ്റെ എതിർവശത്തുള്ള SN മെഡിക്കൽ ഷോപ്പിൽ CCTV ഉണ്ട്. അവിടുത്തെ ഫുട്ടേജ് കൂടി കളക്ട് ചെയ്യാം. വേണമെങ്കിൽ സാറിന് അവിടെ നിന്ന് കളക്ട് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യാം. ഓക്കെ, താങ്ക് യു മിസ്റ്റർ സജീവ്. ഞങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്തോളാം. സാർ, 1 മിനിറ്റ്. സജീവ് തിരിഞ്ഞ് തൻ്റെ ജീപ്പിന് നേരെ നോക്കി വിളിച്ചു പറഞ്ഞു. ഓ കുമാറേ, താൻ സാറിൻ്റെ കൂടെ ചെന്ന് SN മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആ ഫുട്ടേജ് വാങ്ങി കൊടുത്തിട്ട് വാ. ശരി സാർ. കുമാർ ഷാഹുലിൻ്റെയും കൂട്ടരുടെയും ഒപ്പം ജീപ്പിൽ കയറി. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പെൻഡ്രൈവിൽ ഫുട്ടേജ് കോപ്പി ചെയ്തു കൊടുത്തു. ഷാഹുലും കൂട്ടരും ഫുട്ടേജുമായി കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ഷാഹുൽ തൻ്റെ ലാപ്ടോപ്പിൽ പെൻഡ്രൈവ് കുത്തി മെഡിക്കൽ ഷോപ്പിൽ നിന്നെടുത്ത ഫുട്ടേജിൻ്റെ വീഡിയോ പ്ലേ ചെയ്തു. ഷാഹുലിനൊപ്പം ഹമീദും പ്രവീണും ഉണ്ടായിരുന്നു. 2 മണിയായപ്പോൾ ഒരു ബ്ലാക്ക് സ്കോർപിയോ ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞുപോയി. അല്പനേരം കഴിഞ്ഞതും ഒരു ബൈക്ക് അങ്ങോട്ടേക്ക് തിരിഞ്ഞ് എഞ്ചിൻ ഓഫാക്കിയാണ് പോയത്. 5 മിനിറ്റ് കഴിഞ്ഞതും ബൈക്ക് ചീറിപ്പാഞ്ഞു പോയി. തൊട്ടു പിന്നാലെ സ്കോർപിയോയും. വീഡിയോ കണ്ട ഹമീദ് ഷാഹുലിനെ നോക്കി. ബൈക്കിൽ പോയത് അക്ഷയാണ്. കൊലയാളിയെ അവൻ അറിയാമായിരുന്നു. അത് പറയാനാണ് അവൻ ഇന്നലെ എന്നെ വിളിച്ചത്. പക്ഷേ പറയുന്നതിന് മുമ്പ് ഷാഹുൽ ചെയറിൽ ചാഞ്ഞിരുന്നു. സാർ, ആ ഷോറൂമിലെ ഫുട്ടേജിൽ ചിലപ്പോൾ പ്രതികളെ കാണാൻ കഴിഞ്ഞേക്കും. അതുകൂടി ഒന്ന് നോക്കാം. ഹമീദ് പറഞ്ഞിട്ട് ലാപ്ടോപ്പ് തിരിച്ച് ഇമെയിൽ ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് വർക്കല പോലീസ് അയച്ചു കൊടുത്ത വീഡിയോ ക്ലിപ്പ് ഓപ്പൺ ചെയ്തു. അതിൽ സ്കോർപിയോ വന്ന് നിൽക്കുന്നതും അതിൽ നിന്ന് 2 പേര് ഇറങ്ങി ചാക്കുകെട്ട് എടുത്ത് താഴേക്ക് തള്ളുന്നതും കാണാമെങ്കിലും അവരുടെ മുഖം വ്യക്തമല്ലായിരുന്നു. സൂം ചെയ്ത് നോക്കിയിട്ടും സ്കോർപിയോയുടെ നമ്പറും വ്യക്തമായില്ല. ഷാഹുൽ പെട്ടെന്ന് പെൻഡ്രൈവിലെ വീഡിയോ പ്ലേ ചെയ്ത് സ്കോർപിയോയുടെ നമ്പർ നോക്കി. അതിൽ നമ്പർ വ്യക്തമായി കാണാമായിരുന്നു. അത് ആറ്റിങ്ങൽ രജിസ്ട്രേഷനായിരുന്നു. ഷാഹുൽ നമ്പർ കുറിച്ചെടുത്ത് ഹമീദിനെ ഏൽപ്പിച്ചു. ഹമീദിക്ക് ഈ നമ്പർ വാഹനം ഏതാണെന്നും അത് ആരുടെ പേരിലാണ് ഉള്ളതെന്നും ആറ്റിങ്ങൽ RTO ഓഫീസിൽ വിളിച്ച് അന്വേഷിക്കണം, ഇപ്പോൾ തന്നെ. യെസ് സാർ. ഹമീദ് ഷാഹുൽ കുറിച്ചു കൊടുത്ത നമ്പറുമായി പുറത്തേക്ക് പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹമീദ് RTO ഓഫീസിൽ നിന്ന് അയച്ചു കൊടുത്ത റിപ്പോർട്ടിൻ്റെ കോപ്പിയുമായി ഷാഹുലിനെ ഏൽപ്പിച്ചു. അത് വായിച്ചു നോക്കിയിട്ട് ഷാഹുൽ ഹമീദിനെ നോക്കി പറഞ്ഞു. ഹമീദ്ക്ക, പ്രതികൾ മിടുക്കരാണല്ലോ. ഓട്ടോയുടെ നമ്പർ വച്ചാണല്ലോ അവരുടെ കളി. ഷാഹുൽ വീണ്ടും ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കി. അവരുടെ മിടുക്കിനെ അഭിനന്ദിക്കണം. പക്ഷേ അവിടെയാണ് അവർക്ക് പാളിയത്. ഹമീദ്ക്ക, ഈ നമ്പർ ഇവിടെയുള്ള ഏതെങ്കിലും ഷോപ്പിൽ അടുത്തുള്ള ദിവസങ്ങളിൽ
നമ്പർ പ്ലേറ്റ് ചെയ്യുകയോ സ്റ്റിക്കർ നിർമ്മിച്ച് നൽകുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അതിന് പ്രവീണിനെ വിട്ടാൽ മതി. സാർ, ഇനി ഇത് പേപ്പറിൽ എഴുതി ഒട്ടിച്ചതാണെങ്കിലോ? എൻ്റെ ഒരു സംശയമാണ്. അങ്ങനെയും ആവും ഹമീദക്ക. ഇത്രയും പെർഫെക്ഷനായി എഴുതണമെങ്കിൽ അത് വാഹനങ്ങളിൽ നമ്പർ എഴുതുന്ന ആരെങ്കിലും ആയിരിക്കണം. അങ്ങനെ ഒരാൾ കിളിമാനൂർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കൂടി അന്വേഷിക്കണം. ഓക്കെ സാർ. പ്രവീണിനെ ഇപ്പോൾ തന്നെ അയക്കണോ അതോ പിന്നീട് മതിയോ? പ്രവീണിനെ കൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല സാർ. എങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ അയച്ചേക്ക്. ഓക്കെ സാർ. ഹമീദ് അപ്പോൾ തന്നെ പ്രവീണിനെ അന്വേഷിക്കാൻ പറഞ്ഞയച്ചു. വൈകുന്നേരമായപ്പോൾ പ്രവീൺ ഷാഹുലിൻ്റെ ക്യാബിനിലേക്ക് കടന്നു വന്നു. എന്തായി പ്രവീൺ, എന്തെങ്കിലും ലീഡ് കിട്ടിയോ? നോ സാർ. കിളിമാനൂരും ഓങ്ങനാടും ഉൾപ്പെടെ അന്വേഷിച്ചു. ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു നമ്പർ ചെയ്തിട്ടില്ല. നമ്പർ എഴുതി കൊടുക്കുന്ന 8 പേരുണ്ട്. അവരാരും ഈ നമ്പർ അടുത്ത ദിവസങ്ങളിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇനി കല്ലമ്പലം, മാലങ്കോട്, നിലമേൽ ഭാഗങ്ങളിൽ കൂടി വേണമെങ്കിൽ അന്വേഷിക്കാം. വേണം പ്രവീൺ. നാളെ തന്നെ അവിടെ എല്ലാം അന്വേഷിക്കണം. എവിടുന്നെങ്കിലും കിട്ടാതിരിക്കില്ല. ശരി സാർ, നാളെ തന്നെ അന്വേഷിക്കാം. പ്രവീൺ സല്യൂട്ട് ചെയ്തിട്ട് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് 11 മണി. ഹമീദ് ഷാഹുലിൻ്റെ ക്യാബിൻ വാതിലിൽ വന്ന് പറഞ്ഞു, സാർ, ആ പിള്ളേരും കുറേ ആൾക്കാരും വന്നിട്ടുണ്ട്. കൂടെ പാർട്ടിക്കാരുമുണ്ട്. കണ്ടിട്ടൊരു പ്രതിഷേധ പ്രകടനത്തിൻ്റെ ലക്ഷണമുണ്ട്. ഷാഹുൽ ഹമീദിനൊപ്പം മുൻവശത്തേക്ക് ചെന്നു. മുൻവശത്ത് 50-ലധികം ആൾക്കാരുണ്ടായിരുന്നു. മുന്നിൽ തന്നെ ഗോകുലും അശ്വിനും സഞ്ജീവും പിന്നെ പാർട്ടിക്കാരും. എന്താ എല്ലാവരും കൂടെ, എന്താ കാര്യം? ഷാഹുൽ അവരെ നോക്കി ചോദിച്ചു. മുന്നിൽ നിന്നൊരു പാർട്ടിക്കാരൻ മുന്നിലേക്ക് വന്ന് പറഞ്ഞു, സാറേ, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവാകരൻ. ഇത് വാർഡ് മെമ്പർ സുലോചന. ഞങ്ങൾ രജനിയുടെ പേരിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. രജനിയുടെ ഘാതകരെ കണ്ടെത്താൻ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ഞങ്ങൾക്കറിയണം. ഇതിൽ രാഷ്ട്രീയമില്ല സാറേ. ഞങ്ങൾ എല്ലാ പാർട്ടിക്കാരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. പ്രസിഡന്റ് ഭാഗത്തിരുന്ന് സംസാരിക്കാം. ഷാഹുൽ അകത്തേക്ക് നടന്നു. പിന്നാലെ പാർട്ടിക്കാരും ഗോകുലും കൂട്ടരും. ഷാഹുലിൻ്റെ മുന്നിൽ രാഷ്ട്രീയ നേതാക്കളിരുന്നു. ഗോകുലും കൂട്ടരും സൈഡിൽ നിന്നു. പറ പ്രസിഡന്റ്, നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? സാറേ, ഈ നാട്ടിൽ ഇങ്ങനെ ഒരു കൊലപാതകം ആദ്യമായിട്ടാണ്. അതിന് ഉത്തരവാദികൾ ആരാണെന്ന് പോലീസ് കണ്ടെത്തണം. നോക്ക്, ഒരു ക്രൈം നടന്ന് അന്നോ അതിൻ്റെ പിറ്റേന്നോ പ്രതികളെ പിടിക്കാൻ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ പഠിക്കുന്നത് മാജിക് അല്ല. നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നോ നാളെയോ കിട്ടും. അതുകൂടാതെ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടാൻ ഇത്തിരി വൈകും. ഇതൊന്നും കിട്ടാതെ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതൊരു കൊലപാതകമാണെന്ന് ഞങ്ങൾക്കും അറിയാം. ഇതിപ്പോൾ നിങ്ങളുടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരണവും പ്രകടനവും കണ്ടാൽ തോന്നുമല്ലോ കൊലപാതകം നടന്നിട്ട് മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടും പോലീസ് ഒന്നും ചെയ്യുന്നില്ലെന്ന്. ഷാഹുൽ എല്ലാവരെയും നോക്കിയാണ് പറഞ്ഞത്. സാറേ, നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നല്ല, എത്രയും പെട്ടെന്ന് കൊലയാളിയെ കണ്ടെത്തണമെന്നേ പറഞ്ഞുള്ളൂ. മറ്റൊരു പാർട്ടി പ്രവർത്തകൻ പറഞ്ഞു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും വരാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയൊന്നും പറയാനില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. പാർട്ടിക്കാരെല്ലാവരും എഴുന്നേറ്റു. ഗോകുൽ മുന്നോട്ട് വന്ന് ഷാഹുലിനെ നോക്കി പറഞ്ഞു, സാറേ, ഞങ്ങളുടെ രജനിയെ കൊന്നവൻ ആരായാലും അവൻ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ പോലീസിന് അവനെ ഞങ്ങൾ തരില്ല. പോലീസ് കണ്ടെത്തുന്നതിന് മുമ്പേ ഞങ്ങൾ കണ്ടെത്തും അവൻ ആരായാലും. ഞങ്ങളും ഇറങ്ങും അവനെ കണ്ടെത്താൻ. വെല്ലുവിളി പോലെ പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നടന്നു. ഷാഹുൽ അവനെ രൂക്ഷമായി നോക്കി. പെട്ടെന്ന് ഷാഹുലിൻ്റെ മൊബൈൽ ബെല്ലടിക്കാൻ തുടങ്ങി. ഷാഹുൽ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഡോക്ടർ, പറയൂ. ഷാഹുൽ, നിന്റെ ഇമെയിൽ ഐഡിയിലേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ് ഡോക്ടർ. എന്നെ ഇപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ്. എന്താ ഡോക്ടർ? ഷാഹുൽ, പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്. പിന്നെ ബോഡിയിൽ ഡ്രഗ്സിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഡ്രഗ്സ് ഇഞ്ചെക്ട് ചെയ്ത് മയക്കി കിടത്തിയിട്ടാവാം റേപ്പ് ചെയ്തത്. ബോഡിയുടെ വലതുകൈയുടെ നഖത്തിനിടയിൽ നിന്ന് സ്കിന്നിൻ്റെ ഒരു അംശം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു മുടിനാരും. ഇത് രണ്ടും ഞാൻ കളക്ട് ചെയ്ത് ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടർ, അതിൻ്റെ DNA എടുക്കാൻ സാധിക്കില്ലേ? സാധിക്കും, പക്ഷെ അതിന് ഇത്തിരി സമയമെടുക്കും. ഷാഹുലിന് അറിയാമല്ലോ, ലാബിൽ ഒരുപാട് കേസ് പെൻഡിംഗ് ആണ്. ഡോക്ടർ, ഇപ്പോൾ തന്നെ ഈ കേസിൻ്റെ പേരിൽ ആക്ഷൻ കമ്മിറ്റി വരെ രൂപീകരിച്ചു കഴിഞ്ഞു. കുറേ രാഷ്ട്രീയ നേതാക്കളും നാട്ടുകാരും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഫോറൻസിക് റിപ്പോർട്ടും DNA റിസൾട്ടും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഷാഹുൽ, ഞാൻ മാക്സിമം ഒരാഴ്ചയ്ക്കുള്ളിൽ തരാൻ നോക്കാം. ഓക്കെ ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ഷാഹുൽ കോൾ ഡിസ്കണക്ട് ചെയ്ത് ചാരി ഇരുന്ന് ആലോചിച്ചു. ആരാവും? പെട്ടെന്ന് മൊബൈൽ ഇരമ്പി. നോക്കുമ്പോൾ പ്രവീൺ കോളിംഗ്. ഷാഹുൽ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു. പറയൂ പ്രവീൺ. സാർ, ഞാനിപ്പോൾ നിലമേൽ നിന്നാണ് വിളിക്കുന്നത്. ആ നമ്പർ ഇവിടെ ഒരു ഷോപ്പിൽ നിന്ന് നമ്പർ പ്ലേറ്റ് വാങ്ങി സ്റ്റിക്കർ ചെയ്ത് മിനിഞ്ഞാന്ന് കൊണ്ടുപോയതാണ്. രാവിലെ 10 മണിയായപ്പോൾ വന്നു. ഇവിടെ ഇരുന്ന് തന്നെ ചെയ്തു വാങ്ങി പോവുകയായിരുന്നു. പ്രവീൺ, അവിടെ CCTV ഉണ്ടോ? ഇല്ല സാർ, തുടങ്ങിയിട്ട് ഒരു മാസം ആവുന്നതേ ഉള്ളൂ. ഇത് പാരപ്പള്ളി റൂട്ടിൽ പഴയ സെലീൻ തിയേറ്ററിൻ്റെ അടുത്തായിട്ട് വരും. തൊട്ടടുത്തൊന്നും CCTV ഇല്ലേ? ആരാണ് വന്നതെന്നും വന്നയാൾക്ക് എത്ര വയസ്സ് വരുമെന്നും ചോദിച്ചോ? ഉവ്വ് സാർ, രണ്ടും പിള്ളേരാണ് വന്നതെന്നാണ് അവൻ പറയുന്നത്. അതും ഒരു 20-22 വയസ്സ് വരുന്നത്. അവരെ കണ്ടാൽ അറിയുമെന്നും പറഞ്ഞു. ഓക്കെ പ്രവീൺ, ഒരാഴ്ച കഴിഞ്ഞ് സംശയമുള്ളവരുടെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് വാ. പിന്നെ അവൻ്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും കൂടി വാങ്ങിച്ചോ. ശരി സാർ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഫോറൻസിക് റിപ്പോർട്ടും DNA ടെസ്റ്റിൻ്റെ റിസൾട്ടും ഡോക്ടർ ഗീതാനന്ദൻ ഷാഹുലിൻ്റെ ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുത്തു. ഷാഹുൽ റിപ്പോർട്ടുകൾ വിശദമായി പരിശോധിച്ചു. അവൻ്റെ മനസ്സിൽ സംശയമുള്ളവരുടെ പേരുകൾ ഉയർന്നു.
ഹമീദ് അങ്ങോട്ട് കയറി വന്നു, സല്യൂട്ട് ചെയ്തു. സാർ, DYSP സാറ് വിളിച്ചിരുന്നു. സാർ അപ്പോൾ പുറത്തു പോയിരിക്കുകയായിരുന്നു. DYSP സാറിനെ ചെന്ന് കാണാൻ സാറിനോട് പറയാൻ പറഞ്ഞു. ഇന്ന് തന്നെ ചെല്ലണമെന്ന് പറഞ്ഞു. ശരി ഹമീദക്ക, ഞാനിപ്പോൾ തന്നെ പോകാം. പ്രവീണിനോട് വണ്ടി എടുക്കാൻ പറ. ശരി സാർ. ഹമീദ് സല്യൂട്ട് ചെയ്തിട്ട് പോയി. പിന്നാലെ ഷാഹുല് ചെല്ലുമ്പോൾ പ്രവീൺ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. പ്രവീണെ ആറ്റിങ്ങൽ DYSP ഓഫീസിലേക്ക് വിട്. തിരിച്ചു വന്നിട്ട് നമുക്കിവിടെ മറ്റൊരു സ്ഥലത്ത് വരെ പോകണം. ശരി സാർ. പ്രവീൺ ജീപ്പ് മുന്നോട്ടെടുത്തു. DYSP ഓഫീസിൽ DYSP പ്രതാപന്റെ മുന്നിൽ ഷാഹുൽ ഇരുന്നു. ഷാഹുലെ, ആ പെൺകുട്ടിയുടെ മർഡർ കേസ് എന്തായി? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും വന്നു. ആക്ഷൻ കമ്മിറ്റിക്കാർ SP-ക്കും DGP-ക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. കിളിമാനൂർ പോലീസ് കേസിൽ അനാസ്ഥ കാണിക്കുന്നുവെന്ന് പറഞ്ഞു. SP സാർ എന്നെ വിളിച്ചിരുന്നു. അതാണ് ഞാൻ ഷാഹുലിനെ വിളിപ്പിച്ചത്. സാർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും DNA റിപ്പോർട്ടും. ഷാഹുൽ കയ്യിലിരുന്ന റിപ്പോർട്ടുകൾ DYSP-ക്ക് കൊടുത്തു. അദ്ദേഹം അത് പൂർണ്ണമായും വായിച്ചു നോക്കിയിട്ട് ഷാഹുലിനെ നോക്കി. ആ കണ്ണുകളിൽ സംശയത്തിന്റെ നിഴലുണ്ടായിരുന്നു. എന്താ ഷാഹുൽ, അടിയിൽ പേരുകൾ എഴുതിയിരിക്കുന്നത്? സാർ, ഈ മർഡറിന്റെ പിന്നിൽ അവരെയാണ് എനിക്ക് സംശയം. ആർ യു ഷുവർ? ഐ എം നോട്ട് ഷുവർ സാർ, ജസ്റ്റ് ഡൗട്ട്. ഷാഹുൽ തനിക്ക് സംശയം ഉണ്ടാവാനുള്ള കാരണം DYSP-യോട് വിശദീകരിച്ചു. ഓക്കെ ഷാഹുൽ, ബട്ട് എങ്ങനെ DNA എടുക്കും? അതിന് കോടതിയിൽ നിന്ന് പെർമിഷൻ വാങ്ങണ്ടേ? ഒരാളെ സംശയത്തിന്റെ പേരിൽ കോടതി DNA-ക്ക് പെർമിഷൻ തരുമെന്ന് ഷാഹുലിന് തോന്നുന്നുണ്ടോ? പ്രതിക്കെതിരെ ശക്തമായ തെളിവ് സമർപ്പിച്ചാൽ മാത്രമേ കോടതി പെർമിഷൻ തരൂ. അത് ഷാഹുലിന് അറിയാമല്ലോ. പിന്നെങ്ങനെയാ? സാർ, ഫോറൻസിക് സർജൻ ഡോക്ടർ ഗീതാനന്ദൻ സഹായിക്കും. ഞാനെല്ലാം ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. DNA ടെസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സാമ്പിൾ കൊടുത്താൽ എടുത്തു തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിന് സാറിൻ്റെ പെർമിഷൻ കൂടി വേണം. ഡോക്ടർ അൺഒഫീഷ്യലായാണോ ചെയ്തു തരാമെന്ന് പറഞ്ഞത്? അത് റിസ്ക് അല്ലേ ഷാഹുൽ? സാർ, റിസ്ക് ആണ്. ഷാഹുൽ DNA-ക്കുള്ള സാമ്പിൾ എടുക്കാൻ താൻ ഉദ്ദേശിക്കുന്ന ഐഡിയ DYSP-ക്ക് മുന്നിൽ വെളിപ്പെടുത്തി. ഓക്കെ ഷാഹുൽ, യു ആർ പ്രൊസീഡ്. എത്രയും പെട്ടെന്ന് കേസ് തെളിയിക്കണം. ഓക്കെ ഷുവർ സാർ, ആൻഡ് താങ്ക് യു സാർ. ഷാഹുൽ എഴുന്നേറ്റ് അദ്ദേഹത്തിന് സല്യൂട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. ജീപ്പിൽ കയറിയിട്ട് പ്രവീണിനോട് ഇനി പോകാനുള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു. ഷാഹുൽ ആദ്യം പോയത് സഞ്ജീവന്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ ചെന്ന് ആദ്യം ഷാഹുൽ ചെയ്തത് സംഭവ ദിവസത്തെ CCTV പരിശോധിക്കുക എന്നതായിരുന്നു. ശേഷം സഞ്ജീവനെയും കൂട്ടി അവൻ്റെ മുറിയിലേക്ക് കടന്നു. റൂമിൽ കയറുന്നതിന് മുമ്പ് ഷാഹുൽ തൻ്റെ മൊബൈലിൽ വീഡിയോ റെക്കോർഡിംഗ് മോഡിലാക്കി ഷർട്ടിൻ്റെ പോക്കറ്റിൽ മൊബൈൽ വെച്ചു. സഞ്ജീവിൻ്റെ റൂം നല്ല അടുക്കും ചിട്ടയോടും കൂടി വൃത്തിയാക്കി സൂക്ഷിച്ചിരുന്നു. ഷാഹുൽ സ്റ്റഡി ടേബിളിൻ്റെ ഡ്രോയും അലമാരയും ഒക്കെ തുറന്നു നോക്കി. അലമാരയ്ക്ക് മുന്നിലിരുന്ന ചീപ്പും പൗഡർ ടിന്നും വരെ എടുത്തു നോക്കി. റൂം മുഴുവനും ഷാഹുൽ സൂക്ഷ്മമായി നോക്കി. അവിടുന്ന് ഇറങ്ങിയ ശേഷം പോയത് ഗോകുലിൻ്റെയും അശ്വിൻ്റെയും വീട്ടിലേക്കായിരുന്നു. ഇരുവരുടെയും റൂമുകൾ അലങ്കോലമായി കിടക്കുകയായിരുന്നു. പിന്നെ രജനിയുടെ വീട്ടിലും പോയി. ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക്. സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഹമീദ് ലോക്കപ്പിൽ ഒരാളെ കുനിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. ഷാഹുൽ ഒന്ന് നോക്കിയിട്ട് തൻ്റെ ക്യാബിലേക്ക് കയറി. കുറച്ച് സമയത്തിന് ശേഷം ബെല്ലമർത്തി. പ്രവീൺ ഓടി വന്ന് സല്യൂട്ട് ചെയ്തു. സാർ, പ്രവീണെ, ഹമീദക്കയോട് ഇങ്ങോട്ട് വരാൻ പറ. സാർ. പ്രവീൺ പോയി അല്പനേരം കഴിഞ്ഞപ്പോൾ ഹമീദ് വന്നു. സാർ, ഇരിക്കുക ഹമീദിക. അതെന്താ കേസ്? സാർ, ഒരു വല്യമ്മയുടെ മാല പൊട്ടിച്ച കേസാണ്. നടന്നുപോയ വല്യമ്മയുടെ 3 പവൻ്റെ മാല ബൈക്കിൽ വന്ന് ഇവനും കൂട്ടുകാരനും വലിച്ചു പൊട്ടിച്ചു. പൊട്ടിക്കുന്നതിൻ്റെ ഇടയിൽ വല്യമ്മ നിലത്ത് വീണ് തല പൊട്ടി. ബഹളം കേട്ട് നാട്ടുകാർ വന്നപ്പോൾ ഒരുത്തൻ രക്ഷപ്പെട്ടു. ഇവനെ കിട്ടി. വല്യമ്മയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വല്യമ്മയുടെ വീട്ടുകാരെ വിവരം അറിയിച്ചില്ലേ? മാല കിട്ടിയോ? അറിയിച്ചു സാർ. മാല കിട്ടി സാർ. അവരുടെ മൂത്ത മകൻ വന്നിട്ടുണ്ട്. പ്രവീണെ. ഷാഹുൽ വാതിൽക്കലേക്ക് നോക്കി നീട്ടി വിളിച്ചു. വിളി കേട്ട് പ്രവീൺ ഓടി വന്നു. സാർ. പ്രവീണെ, ഇപ്പോൾ വന്ന ആളോട് വരാൻ പറ. മാല പൊട്ടിച്ച വല്യമ്മയുടെ മോനോട്. പ്രവീൺ അയാളെയും കൂട്ടി വന്നു. 50 വയസ്സ് പ്രായം വരും. ഷാഹുൽ അയാളോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തോ? ഇല്ല സാർ. മാല തിരിച്ചു കിട്ടിയതുകൊണ്ട് പരാതി ഇല്ലെന്നാണോ? അല്ല സാർ, പരാതിയുണ്ട്. അമ്മയ്ക്ക് അല്പം സീരിയസ് ആണെന്നാണ് ബ്രദർ വിളിച്ചു പറഞ്ഞത്. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 73. പ്രവീൺ, ഒരു പരാതി എഴുതി വാങ്ങിച്ചേക്ക്. സാർ. പ്രവീൺ അയാളെയും കൂട്ടിപ്പോയി. ഷാഹുൽ ഒരു കവർ ഹമീദിനെ ഏൽപ്പിച്ചു. ഹമീദ് ഈ കവർ ഇന്ന് തന്നെ ഡോക്ടർ ഗീതാനന്ദനെ ഏൽപ്പിക്കണം. ഞാൻ ഡോക്ടറെ വിളിച്ചു പറഞ്ഞേക്കാം. ശരി സാർ. ഹമീദ് കവറുമായി പോയി. ഷാഹുൽ മൊബൈലെടുത്ത് ഡോക്ടർക്ക് കോൾ ചെയ്തു. അപ്പോഴാണ് SI ഷിബു കയറി വന്നത്. ഷാഹുൽ 1 മിനിറ്റെന്ന് വിരൽ ഉയർത്തി കാണിച്ചു. പിന്നെ ഷിബുവിനോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. ഫോൺ ഡിസ്കണക്ട് ചെയ്തിട്ട് ഷാഹുൽ ഷിബുവിനെ നോക്കി. എന്താ ഷിബു? സാർ, ആ പോസ്കോ കേസിലെ പ്രതിയെക്കുറിച്ചൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഏത് കേസാണ് ഷിബു? മനസ്സിലായില്ല. സാർ, 4 മാസം മുമ്പ് 13 വയസ്സുള്ള പെങ്കൊച്ചിനെ കയറി പീഡിപ്പിച്ച കേസ്. ഹമീദ് സാറിനായിരുന്നു പരാതി കിട്ടിയത്. ഓ, ഓർമ്മയുണ്ട്. ഇൻഫർമേഷൻ വിശ്വസിക്കാമോ? വിശ്വസിക്കാം സാർ. പ്രവീൺ, വണ്ടിയെടുക്ക്. ഷാഹുൽ പുറത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. പിന്നെ ക്യാബിൻ്റെ വെളിയിൽ വന്നു. സുനിലും റിയാസും കൂടി വാ. വെളിയിൽ ചെല്ലുമ്പോൾ പ്രവീൺ ജീപ്പ് റെഡിയാക്കി നിർത്തിയിരുന്നു. എല്ലാവരും ജീപ്പിൽ കയറി. സാർ, എങ്ങോട്ടാണ്? ഷിബു, സ്ഥലം പറഞ്ഞു കൊടുക്ക്. ഷാഹുൽ തിരിഞ്ഞ് ഷിബുവിനെ നോക്കി പറഞ്ഞു. പ്രവീൺ, തുമ്പോട് കൃഷ്ണൻകുന്ന് റൂട്ട് അറിയാലോ? അറിയാം സാർ. പ്രവീൺ ജീപ്പ് മുന്നോട്ടെടുത്തു. തുമ്പോടെത്തി ജീപ്പ് ഇടത്തേക്ക് തിരിഞ്ഞു. കൃഷ്ണൻകുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഷിബു പ്രവീണിനോട് പറഞ്ഞു.
പ്രവീണെ മുകളിൽ ചെല്ലുമ്പോൾ വലത്തേക്ക്. സാർ, തടിമില്ലിൻ്റെ അടുത്താണോ? മില്ലും കഴിഞ്ഞ് കുറച്ചുകൂടി പോണം പ്രവീണെ. പ്രവീൺ ജീപ്പ് ഷിബു പറഞ്ഞ സ്ഥലത്തേക്ക് കൂടി വിട്ടു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഷിബു വണ്ടി നിർത്താൻ പറഞ്ഞു. സാർ, ആ കാണുന്ന വീട്ടിലാണ്. ഷിബു ഷാഹുലിനെ നോക്കി പറഞ്ഞു. ഷാഹുൽ ജീപ്പിൽ നിന്നിറങ്ങി നോക്കി. തങ്ങൾ നിൽക്കുന്നിടത്ത് നിന്നും 10 മീറ്റർ ദൂരത്തായി ഒരു ചെറിയ വീട് കണ്ടു. ഷാഹുലും കൂട്ടരും അങ്ങോട്ട് നീങ്ങി. വീടിനടുത്തെത്തിയതും ഷാഹുൽ നിന്നു. രണ്ടുപേര് പിന്നാമ്പുറത്ത് പോ. പ്രവീണും സുനിലും ശബ്ദമുണ്ടാക്കാതെ പിന്നാമ്പുറത്ത് ചെന്ന് നിന്നു. ഷാഹുൽ വാതിൽ മുട്ടി. 4-5 തവണ മുട്ടിയ ശേഷമാണ് വാതിൽ തുറക്കപ്പെട്ടത്. ഒരു കറുത്ത് തടിച്ച സ്ത്രീയാണ് വാതിൽ തുറന്നത്. മുന്നിൽ പോലീസുകാരെ കണ്ടവർ ഭയന്ന് പിന്നോട്ട് മാറി. ഷാഹുൽ ഷിബുവിനെ നോക്കി. ഷിബു റിയാസിനെയും കൂട്ടി അകത്തേക്ക് കയറി. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഷിബുവിൻ്റെയും റിയാസിൻ്റെയും കയ്യിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അവർ അയാളെ വലിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നു. നിന്റെ ആരാടിയവൻ? ഷാഹുൽ സ്ത്രീയോട് ചോദിച്ചു. സാറേ, എൻ്റെ കെട്ടിയവൻ്റെ കൂട്ടുകാരനാണെന്ന് എന്നോട് പറഞ്ഞത്. ആര് പറഞ്ഞു? എൻ്റെ കെട്ടിയവൻ. അവനെവിടെ? ജോലിക്ക് പോയി സാറേ. നാളെ അവനെയും കൂട്ടി കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ എത്തണം. പറഞ്ഞത് കേട്ടല്ലോ. ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തരുത്. സ്ത്രീ പേടിച്ചു വിറച്ചുകൊണ്ട് തലയാട്ടി. അയാളെയും കൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിലെത്തി. അയാളെ നേരെ ഷാഹുലിൻ്റെ ക്യാബിനിൽ കൊണ്ടുപോയി. എന്താണ് അതിൻ്റെ പേര്? ഷാഹുൽ അയാളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. സുരേഷ്. നിനക്ക് എത്ര വയസ്സായി? 43. നീ കല്യാണം കഴിച്ചോ? അവൻ തല താഴ്ത്തി നിന്നു. സാർ ചോദിച്ചത് കേട്ടില്ലടാ, മറുപടി പറയടാ. പ്രവീൺ അവൻ്റെ തലക്കിട്ട് ഒന്നു കൊടുത്തു. കഴിച്ചു സാറേ, 2 കുട്ടികളുമുണ്ട്. കുട്ടികളാണോ പെണ്ണോ? എത്ര വയസ്സുണ്ട് അവർക്ക്? 2 പെൺകുട്ടികൾ, 10ഉം 12ഉം. എന്നിട്ടാണോടെ കഴിവേറിയുടെ മോനെ മക്കളെ പ്രായമുള്ള കൊച്ചിനെ കയറി പിടിച്ചത്? ഷാഹുൽ ചാടി എഴുന്നേറ്റ് അവൻ്റെ നാഭിക്കിട്ടൊരു ചവിട്ട് കൊടുത്തു. ചവിട്ടുകൊണ്ട് കൂനിപ്പോയ അവൻ്റെ തല ഷാഹുൽ തൻ്റെ കാലുകൾക്കിടയിലാക്കി മുതുകത്ത് പഞ്ചാരിമേളം തുടങ്ങി. കൈ കഴിച്ചപ്പോൾ ഷാഹുൽ നിർത്തി. ഇവനെ ലോക്കപ്പിൽ കയറ്റു. പ്രവീണെ എല്ലാവരെയും വിളിച്ചോ? പിന്നെ ശരീരത്തിലധികം പാടുകൾ വരാതെ നോക്കണം. ഇനി സ്വന്തം മക്കളെ പോലും തൊടാൻ ഇവൻ മടിക്കണം. മനസ്സിലായല്ലോ? സാർ. പ്രവീൺ അവൻ്റെ കഴുത്തിൽ പിടിച്ചു തള്ളിക്കൊണ്ട് ലോക്കപ്പിലേക്ക് പോയി. പിന്നെ ഇടിയുടെ ഒച്ചയും കരച്ചിലും കൊണ്ട് സ്റ്റേഷനകം മുഴങ്ങി. എല്ലാവരുടെയും ഊഴം കഴിഞ്ഞ് സ്റ്റേഷൻ നിശബ്ദമായി. പ്രവീണെ വണ്ടിയെടുക്ക്. ഷാഹുൽ വിളിച്ചു പറഞ്ഞത് കേട്ട് പ്രവീൺ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തി. ഷാഹുൽ ജീപ്പിൽ കയറി. സാർ, എങ്ങോട്ടാണ്? അക്ഷയുടെ വീട്ടിലും അവൻ്റെ കൂട്ടുകാരുടെ വീട്ടിലും പോകണം. പ്രവീൺ ജീപ്പ് മുന്നോട്ടെടുത്തു. അക്ഷയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ അവരുടെ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്സിൽ നിന്ന് അക്ഷയുടെ അച്ഛൻ മകൻ്റെ വേർപാടറിഞ്ഞ് നാട്ടിൽ വന്നിരുന്നു. ഷാഹുലിനെ കണ്ടതും അയാളുടെ നിയന്ത്രണം വിട്ടുപോയി. അയാൾ വലിയ വായിൽ വാവിട്ട് കരഞ്ഞു. ബന്ധുക്കൾ അയാളെ ആശ്വസിപ്പിച്ചു. ഷാഹുലിനിപ്പോൾ വരേണ്ടതില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി. അക്ഷയുടെ അമ്മയുടെയും സ്ഥിതി മറ്റൊന്നായിരുന്നില്ല. മകൻ മരണപ്പെട്ടതിന് ശേഷം ഒരു തുള്ളി വെള്ളം പോലും ഇതുവരെ കുടിച്ചിട്ടില്ലെന്ന് ബന്ധുക്കളിൽ നിന്ന് ചിലർ പറയുന്നത് കേട്ടു. ഷാഹുൽ അക്ഷയുടെ അച്ഛനോട് അവൻ്റെ മുറി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഷാഹുലിനെ കൂട്ടി അവൻ്റെ മുറിയിലേക്ക് ചെന്നു. കൂടെ ചെല്ലാൻ ചില ബന്ധുക്കൾ മുതിർന്നെങ്കിലും പ്രവീൺ അവരെ തടഞ്ഞു. ഷാഹുൽ ആ മുറി വിശദമായി നിരീക്ഷിച്ചു. ശേഷം റൂമിന് വെളിയിലിറങ്ങി. സാർ, എൻ്റെ മകൻ്റെ മരണം ഒരു സ്വാഭാവിക ആക്സിഡൻ്റ് അല്ലെന്ന് എനിക്കറിയാം. അവന് രജനിയെ വലിയ ഇഷ്ടമായിരുന്നു. അവളെ അവന് വിവാഹം കഴിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അവൻ്റെ ഒരു ആഗ്രഹവും ഞങ്ങൾ നിറവേറ്റി കൊടുക്കാതിരുന്നിട്ടില്ല. അവൻ്റെ ആ ആഗ്രഹത്തിന് ഞങ്ങൾ എതിര് പറഞ്ഞില്ല. ഞാനും വൈഫും ഒരിക്കൽ രജനിയുടെ വീട്ടിൽ പോയി സംസാരിച്ചു. അവർക്കും സമ്മതമായിരുന്നു. അവർക്ക് ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ പഠിത്തം കഴിയുന്നതുവരെ 2 ആളോടും ഇക്കാര്യം അറിയിക്കരുതെന്ന്. പക്ഷേ എൻ്റെ മോൻ പോകുന്നതിന് മുമ്പ് അവനെ അറിയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും അയാൾ വിതുമ്പി കരഞ്ഞുപോയി. ഷാഹുലും വല്ലാതെയായി. സാർ, രജനിയെ കൊന്നവർ തന്നെയാവും എൻ്റെ മോനെയും. സാർ, എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ. എൻ്റെ മോൻ്റെ ഘാതകരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. മോൻ്റെ മാത്രമല്ല, രജനിയുടെയും. അതിനുവേണ്ടി എന്തിനും ഞാൻ തയ്യാറാണ്. സാർ, തെറ്റിദ്ധരിക്കണ്ട. ഞാൻ കൈക്കൂലി ഓഫർ ചെയ്തതല്ല. ഏക മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ മാനസികാവസ്ഥ സാറിന് മനസ്സിലാവുമെന്ന് കരുതുന്നു. ഷാഹുൽ അയാളുടെ ചുമലിൽ തട്ടിയിട്ട് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ അവരാരാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരും. ഉറപ്പ്. ഷാഹുലിൻ്റെ വാക്കുകൾ കേട്ട് അയാൾക്ക് ആശ്വാസവും വിശ്വാസവും തോന്നി. ഷാഹുൽ അയാളോട് യാത്ര പറഞ്ഞിറങ്ങി. പിന്നെ പോയത് യദുവിൻ്റെ വീട്ടിലേക്കായിരുന്നു. അക്ഷയുടെ മരണശേഷം യദു വീടിന് വെളിയിൽ ഇറങ്ങിയിട്ടില്ല. എപ്പോഴും മുറിയടച്ച് ഒരേ ഇരിപ്പായിരുന്നു. വീടിൻ്റെ മുറ്റത്ത് പോലീസ് ജീപ്പ് വന്നത് കണ്ട് സിറ്റ് ഔട്ടിലിരുന്ന പ്രായമുള്ള ഒരാൾ ചാടി എഴുന്നേറ്റു. ഷാഹുൽ ജീപ്പിൽ നിന്നിറങ്ങി സിറ്റ് ഔട്ടിനടുത്തേക്ക് ചെന്നു. യദു ഇല്ലെവിടെ? ഉണ്ട് സാർ. എന്താ സാർ കാര്യം? അയാളുടെ ശബ്ദത്തിൽ ഭയമുണ്ടായിരുന്നു. പേടിക്കണ്ട, യദുവിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു. നിങ്ങൾ അവൻ്റെ ആരാണ്? സാർ, ഞാൻ അവൻ്റെ മുത്തച്ഛനാണ്. അക്ഷയുടെ മരണശേഷം അവൻ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടില്ല സാറേ. അവർ സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞിരുന്നതാണ്. അപ്പോൾ പിന്നെ എങ്ങനെ സഹിക്കും? സാറേ, കയറിയിരുന്നാട്ടെ, ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വരാം. വേണ്ട, ഞാൻ ഇവിടെ നിൽക്കാം. അങ്കിൾ അവനെ വിളിച്ചുകൊണ്ട് വന്നാൽ മതി. അല്പസമയത്തിനുള്ളിൽ യദു വന്നു. സ്റ്റേഷനിൽ വെച്ച് കണ്ടതിനേക്കാൾ ഒരുപാട് അവൻ ക്ഷീണിച്ചതായി ഷാഹുലിന് തോന്നി. ഷാഹുൽ അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് കാർ പോർച്ചിന് അപ്പുറത്തേക്ക് നടന്നു. ഗേറ്റ് കടന്നൊരു ബൈക്ക് വരുന്നതിൻ്റെ ഒച്ച കേട്ട് ഷാഹുലും യദുവും തിരിഞ്ഞു നോക്കി. അത് കിരണായിരുന്നു. ബൈക്ക് നിർത്തിയിറങ്ങിയ കിരൺ ഷാഹുലിനെ കണ്ട് ഒന്ന് വിറച്ചു.
കാരണം അവൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു. ഷാഹുൽ അവനെ കൈയാട്ടി വിളിച്ചു. ഹെൽമെറ്റ് വയ്ക്കാതെയാണോ കിരൺ ബൈക്ക് ഓടിക്കുന്നത്? ഷാഹുൽ അവനെ ശ്വാസിച്ചു. സോറി സാർ, ഇങ്ങോട്ട് വരുന്നത് കൊണ്ടാണ്. അതിന് എങ്ങോട്ട് പോയാലും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് വെക്കണ്ടേ? നിങ്ങളുടെ കൂട്ടുകാരൻ്റെ അവസ്ഥ അറിയാലോ. സോറി സാർ, ഇനി ആവർത്തിക്കില്ല. കിരൺ ഇപ്പോൾ വന്നത് നന്നായി. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഇത് വിളിച്ചിട്ടാണോ നീ ഇപ്പോൾ വന്നത്? ചോദിച്ചിട്ട് ഷാഹുൽ യദുവിനെ നോക്കി. അവനൊന്നിനും താല്പര്യമില്ലാത്ത പോലെ തല താഴ്ത്തി നിന്നു. അല്ല സാർ, ഞാൻ എന്നും വരാറുണ്ട്. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഷാഹുൽ പറഞ്ഞിട്ട് തിരിഞ്ഞ് സിറ്റൗട്ടിലേക്ക് നോക്കി. അവിടെ യദുവിൻ്റെ അമ്മയും മുത്തച്ഛനും അവരെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഷാഹുൽ അവരോട് എന്തൊക്കെയോ പറയുന്നത് അവർ കണ്ടു. യദു അവിടെ ഉണ്ടായിരുന്ന ചെടിച്ചട്ടി വലിച്ചെടുത്ത് നിലത്തടിച്ച് പൊട്ടിച്ചു. പിന്നെ നിലത്തിരുന്ന് വാവിട്ട് കരഞ്ഞു. കിരൺ തളർച്ചയോടെ നിലത്തിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് യദുവിൻ്റെ മുത്തച്ഛനും അമ്മയ്ക്കും മനസ്സിലായില്ല. അവർ അങ്കലാപ്പോടെ പരസ്പരം നോക്കി. ഷാഹുൽ യദുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഈ വിവരം ഇപ്പോൾ ആരും അറിയരുത്. ഷാഹുൽ ഇരുവരെയും നോക്കി പറഞ്ഞു. ഇരുവരും തലകുലുക്കി. ഷാഹുൽ തിരിച്ച് നടന്ന് ജീപ്പിൽ കയറി. പ്രവീൺ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി. യദുവും കിരണും പരസ്പരം കെട്ടിപ്പുണർന്ന് നിന്ന് കരഞ്ഞു. മതിലിന് പുറത്ത് 2 കണ്ണുകൾ ഈ കാഴ്ചകൾ കാണുന്നുണ്ടായിരുന്നു. ഷാഹുൽ സ്റ്റേഷനിലെത്തുമ്പോൾ അവനെയും കാത്ത് മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു. ഹമീദ് ഷാഹുലിൻ്റെ ക്യാബിനിലേക്ക് കടന്നു ചെന്ന് സല്യൂട്ട് ചെയ്തു. സാർ, ആ മാല പൊട്ടിച്ച കേസിലെ വല്യമ്മ മരിച്ചു. മരണകാരണം വീഴ്ചയിൽ തലയ്ക്കുണ്ടായ ക്ഷതം തന്നെയാണ്. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ഓ സാർ, അവൻ്റെ വീട്ടിലോ നാട്ടിലോ പിന്നെ ആരും കണ്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം ചെയ്തു ഹമീദ്ക്ക, ഇവൻ്റെ പേരിൽ തന്നെ കേസ് ചാർജ് ചെയ്തോ, കൂടെ മർഡറും ചേർത്തോ. ഇന്ന് തന്നെ കോർട്ടിൽ ഹാജരാക്കിയേക്ക്. സാർ, ഇന്നിനി ഇവിടുന്ന് ആറ്റിങ്ങിലെത്തുമ്പോൾ കോടതി കഴിയും. എങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോയാൽ മതി. പിന്നെ നാളെ തന്നെ തെളിവെടുപ്പിന് പ്രതിയെ വിട്ടുകിട്ടാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം. സിവിൽ ഓഫീസർ രാജേന്ദ്രനെയും റിയാസിനെയും കൂട്ടിവിട്ടേക്ക്. രാജേന്ദ്രനോട് നാളെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറയണം. ശരി സാർ. അവൻ്റെ വീട്ടുകാരോട് വിളിച്ച് പറഞ്ഞേക്ക് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇവിടം വരെ വരാൻ പറ. വരുമ്പോൾ അവരിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങാനും മറക്കരുത്. ഓക്കെ സാർ. ഒരാഴ്ചയ്ക്ക് ശേഷം ഹമീദിനെ ഷാഹുൽ തൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചു. ഹമീദ്ക്ക, രജനി മർഡർ കേസിലെ പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ DNA റിസൾട്ട് വന്നിട്ടുണ്ട്. സാർ, അതിന് DNA ചെയ്യാനുള്ള സാമ്പിൾ എങ്ങനെ കിട്ടി? അതൊക്കെ കിട്ടി ഹമീദ്ക്ക. രജനി മർഡർ കേസിലെ പ്രതികൾ തന്നെയാണ് അക്ഷയുടെ മരണത്തിനും ഉത്തരവാദികൾ. ഞാനിപ്പോൾ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ രജനിയുടെ പാരൻസിനോടും അക്ഷയുടെ പാരൻസിനോടും പിന്നെ ആ പിള്ളേരോടും ആക്ഷൻ കമ്മിറ്റിക്കാരോടും നാളെ രാവിലെ 10 മണിക്ക് ഇവിടെ എത്താൻ പറയണം. രജനി മർഡർ കേസിലെ പ്രതികളെ കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ മതി. സാർ, പിള്ളേരെന്ന് പറയുമ്പോൾ 2 കൂട്ടരുടെയും ഫ്രണ്ട്സ്. ഗോകുൽ എൻ്റെ മുന്നിൽ നിന്ന് വെല്ലുവിളിച്ചിട്ട് പോയതല്ലേ ഹമീദ്ക്ക. അവൻ കാണട്ടെ പ്രതി ആരാണെന്നും ആരാണ് പ്രതിയെ പിടിച്ചതെന്നും. ഓക്കെ സാർ, ഇപ്പോൾ തന്നെ അറിയിക്കാം. ഹമീദ്ക്ക, പ്രവീണിനെ അയച്ചാൽ മതി. അവനാവുമ്പോൾ എല്ലാവരെയും അറിയാം. നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്. അതിന് ഹമീദ്ക്കായും കൂടെ വേണം. ശരി സാർ, ഞാൻ പ്രവീണിനോട് പറഞ്ഞിട്ട് വരാം. പിറ്റേന്ന് രാവിലെ 10 മണി. രജനി വധക്കേസിലെ പ്രതിയെ പോലീസ് പിടിച്ചു എന്നറിഞ്ഞ നാട്ടുകാർ മുഴുവനും സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി. പോലീസ് നാട്ടുകാരെ ആരെയും സ്റ്റേഷനകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല. പ്രതി ആരെന്ന് കാണാൻ ജനൻ റോഡിൽ കാത്തുനിന്നു. സ്റ്റേഷന്റെ ഉദ്ഘാടനം ചെയ്യാത്ത പുതിയ കെട്ടിടത്തിലെ ഹാളിൽ രാഷ്ട്രീയ നേതാക്കളും രജനിയുടെയും അക്ഷയുടെയും പാരൻസും കസാരയിലിരുന്നു. ഇരുവരുടെയും ഫ്രണ്ട്സ് ഭിത്തിയോട് ചേർന്ന് നിന്നു. എല്ലാവരും അക്ഷമരായി ഷാഹുലിന്റെ വരവും കാത്തുനിന്നു. പ്രവീണും റിയാസും വാതിൽക്കൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഷാഹുലും ഹമീദും അങ്ങോട്ട് വന്നു. പ്രവീണും റിയാസും അവരെ കണ്ട് സല്യൂട്ട് ചെയ്തു. അവരെ കണ്ട് അകത്തിരുന്നവർ എഴുന്നേറ്റു. ഷാഹുൽ അവരോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. നിങ്ങളോട് വരാൻ പറഞ്ഞത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? എല്ലാവർക്കും അറിയാമെന്ന് തലയിളക്കി ഷാഹുൽ തുടർന്നു. രജനി വധക്കേസിലെ പ്രതികൾ തന്നെയാണ് അക്ഷയുടെയും ഘാതകർ. എല്ലാവരിലും ഞെട്ടലുളവായി. കൊലയാളികൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണമല്ലേ? അവർ ഇക്കൂട്ടത്തിലുണ്ട്. എല്ലാവരും ഞെട്ടി പരസ്പരം നോക്കി. ഷാഹുൽ വീണ്ടും തുടർന്നു. എനിക്ക് തുടക്കത്തിലെ ചിലരെ സംശയമുണ്ടായിരുന്നു. രജനിയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ ചില സാമ്പിളുകളിൽ നിന്ന് പ്രതികളുടെ DNA കിട്ടി. എനിക്ക് ഞാൻ സംശയിക്കുന്നവരുടെ സാമ്പിളുകൾ വേണമായിരുന്നു. അതിന് ഞാൻ സംശയത്തിൻ്റെ പട്ടികയിൽ ഉണ്ടായിരുന്നവരുടെ വീടുകളിൽ ചെന്ന് അവരുടെ എല്ലാം ഓരോ മുടിനാരുകൾ കളക്ട് ചെയ്തു. അതിൻ്റെ റിസൾട്ട് ഇന്ന് വന്നു. രജനിയുടെ ബോഡിയിൽ നിന്നും കിട്ടിയ DNAയുമായി മാച്ച് ചെയ്യുന്ന DNA ഈ കൂട്ടത്തിലുണ്ട്. അത് ഷാഹുലിൻ്റെ നോട്ടം ചുവരിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ നേർക്ക് ചെന്നു. കൂടെ ഇരുന്നവരും അങ്ങോട്ട് നോക്കി. ഗോകുലും കൂട്ടരും പരസ്പരം നോക്കി. യദുവും കിരണും തല താഴ്ത്തി നിന്നു. ഏവരുടെയും നോട്ടം അവരിലേക്കായി, യദുവിനും കിരണിനും നേർക്ക്. അവരെ കണ്ട അക്ഷയുടെ അച്ഛൻ തളർച്ചയോടെ അടുത്തിരുന്ന ആളുടെ തോളിലേക്ക് ചാഞ്ഞു. ഷാഹുൽ അവരുടെ മുന്നിലെത്തി. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത മറ്റൊരു രഹസ്യം കൂടി ഉണ്ടായിരുന്നു. അതറിയാവുന്നത് ഇക്കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രം. രജനിയുടെയും അക്ഷയുടെയും പഠിത്തം കഴിഞ്ഞാൽ അവരുടെ വിവാഹം നടത്താൻ അവരുടെ വീട്ടുകാർ തീരുമാനിച്ചിരുന്ന അറിയാമായിരുന്ന ഒരാൾ. ഷാഹുൽ 5 പേരെയും മാറി മാറി നോക്കിയിട്ട് അശ്വിൻ്റെ തോളിൽ പിടിച്ചു. പറ അശ്വിൻ, എന്തിനാണ് രജനിയെയും അക്ഷയെയും കൊന്നത്? കേട്ടിരുന്നവർ ഞെട്ടലോടെ അശ്വിനെ നോക്കി.
അപ്പോഴും യദുവും കിരണും തല താഴ്ത്തി തന്നെ നിന്നു. സാർ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പ്രതിയാക്കുന്നതാണല്ലോ പോലീസിന്റെ സ്ഥിരം പരിപാടി. അശ്വിൻ നിന്ന് ആക്രോശിച്ചു. കഴിവരുടെ മോന്. ഷാഹുലിന്റെ ബലിഷ്ഠമായി കൈ അശ്വിന്റെ കരണത്ത് പതിച്ചു. അശ്വിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുവരോട് ചേർത്തു. നിനക്കും ഇവനുമെതിരെ സകല തെളിവും ശേഖരിച്ചിട്ട് തന്നെയാ ഷാഹുൽ നിന്നെയൊക്കെ വിളിച്ചു വരുത്തിയത്. യദുവിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ നീ അവിടെ മതിലിന് മറഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടും കാണാത്തതുപോലെ പോയത് നിന്നെ സംശയമുണ്ടെന്നറിഞ്ഞാൽ നീയൊക്കെ മുങ്ങുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ. പക്ഷെ അവിടെ ഞാൻ അവരോട് പറഞ്ഞതൊന്നും നീ കേട്ടിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഷാഹുൽ ഗോകുലിനെയും ചൂണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. പിന്നെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു മൊബൈൽ എടുത്ത് ഉയർത്തി കാണിച്ചു. ഇത് കണ്ടോ, ഇത് അക്ഷയുടെ ഫോണാണ്. അവനെ നീയൊക്കെ വണ്ടി ഇടിപ്പിച്ചു കൊല്ലുമ്പോൾ അവൻ നിന്റെയൊക്കെ വീഡിയോ എടുത്ത ഫോൺ കൈക്കലാക്കാൻ നീയൊക്കെ മറന്നുപോയി. ഇതിലുള്ള ആ ഒരൊറ്റ വീഡിയോ മതിയായിരുന്നു നിന്നെയൊക്കെ അകത്താക്കാൻ. പക്ഷേ പൊട്ടിപ്പോയി ഇതിന്റെ ഡിസ്പ്ലേ മാറ്റി വീഡിയോ ബാക്കപ്പ് ചെയ്തെടുക്കാൻ പ്രണവിന് ഇത്തിരി സമയം കൂടുതലെടുക്കേണ്ടി വന്നു. അശ്വിനെ വിട്ടിട്ട് ഷാഹുൽ ഗോകുലിന്റെ നേരെ തിരിഞ്ഞു. അന്ന് ഞാൻ നിന്നോടൊക്കെ അവൾ എന്ത് ചെയ്തുവെന്ന് വെറുതെ ചോദിച്ചപ്പോൾ ഇവന്റെ കണ്ണിലെ പേടിയും നിന്റെയും ഇവന്റെയും കണ്ണിലെ പതർച്ചയും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഷാഹുൽ സജീവനെയും അശ്വിനെയും ചൂണ്ടി പറഞ്ഞു. ഇവിടെ ഇങ്ങനൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞത് യദുവും കിരണുമാണ്. കൊലയാളി നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവരുടെ രണ്ടുപേരുടെയും തല കുനിഞ്ഞപ്പോൾ നിന്റെ കണ്ണിലെ രക്ഷപ്പെട്ടു എന്നുള്ള സന്തോഷവും പോലീസിനോടുള്ള പുച്ഛവും ഞാൻ കണ്ടു. ഇനി പറ, എന്തിനായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് ഇവർ കൂടി അറിയട്ടെ. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അശ്വിൻ അന്തം വിട്ടു നിന്നു. തൻ്റെ മകന്റെ കൊലയാളികൾ താൻ തൻ്റെ മക്കളെ പോലെ കണ്ട യദുവും കിരണുമാണെന്ന് കരുതി തളർന്നുപോയ അക്ഷയുടെ അച്ഛൻ്റെ കണ്ണുകളിൽ അവരല്ലെന്നറിഞ്ഞപ്പോൾ ആശ്വാസവും വന്യതയും തിളങ്ങി. ഇനി രക്ഷപ്പെടില്ലെന്ന് ഉറപ്പായ ഗോകുലും അശ്വിനും പറഞ്ഞു തുടങ്ങി. കോളേജിലെ ആദ്യ ദിവസം തന്നെ രജനിയെ കണ്ടപ്പോൾ അശ്വിന് അവളോട് പ്രണയം തോന്നിയിരുന്നു. പക്ഷെ അത് അവളോട് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. അക്ഷയുമായുള്ള പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറായതും അതുകൊണ്ട് തന്നെ. രജനിയുടെ അമ്മയിൽ നിന്ന് അക്ഷയുമായുള്ള വിവാഹകാര്യം അറിഞ്ഞതോടെ അവളെ ഒരു ദിവസമെങ്കിലും വേണമെന്നുള്ള ചിന്തയിലേക്ക് വഴിമാറി. തന്നെ കൊണ്ട് മാത്രം പറ്റില്ലെന്ന് മനസ്സിലാക്കിയ അശ്വിൻ ഗോകുലിനെയും കൂട്ടുപിടിച്ചു. പിന്നെ അവരുടെ നോട്ടം മുഴുവനും അവളുടെ ശരീരത്തിലേക്കായിരുന്നു. ഓരോ ദിവസവും അവർ അവസരത്തിന് വേണ്ടി കാത്തിരുന്നു. അവർക്ക് സഞ്ജീവ് അറിയാത്ത 2 കൂട്ടുകാരെ കൂടി കിട്ടി. അവരിൽ നിന്നും മയക്കുമരുന്നും കഞ്ചാവും ഉപയോഗിച്ചു തുടങ്ങി. സംഭവ ദിവസം അവർക്ക് അതിനുള്ള അവസരം കിട്ടി. സഞ്ജീവിന്റെ വീട്ടിൽ നിന്നിറങ്ങിയ രജനിക്ക് പിന്നാലെ അവരും ഇറങ്ങി. അശ്വിൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചു. രജനി, ഇത്തിരി ഈ അസൈൻമെന്റ് ഒന്ന് ചെയ്തു തന്നിട്ട് പോടി. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ജോലിയുണ്ട്, പിന്നെ എനിക്കും ചെയ്യാനുണ്ട്. പ്ലീസ് ഡി, ഒരു 5 മിനിറ്റ് നീ പറഞ്ഞു തന്നാൽ മതി. ബാക്കി ഞാനും ഗോകുലും കൂടി ചെയ്തോളാം. പ്ലീസ് ഡി, ഞാൻ പറഞ്ഞു തരത്തേ ഉള്ളൂ, മതി. രജനി അശ്വിന്റെ വീട്ടിലേക്ക് ചെന്നു. നീ ഗോകുലിന് പറഞ്ഞു കൊടുക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം. അശ്വിൻ കിച്ചണിൽ പോയി 3 ഗ്ലാസുകളിൽ ജ്യൂസ് പകർന്നു. അതിൽ രജനിയുടെ ഗ്ലാസ്സിൽ മയക്കുമരുന്ന് ചേർത്തു. ജ്യൂസ് കുടിച്ച് മയങ്ങിയ രജനിയെ മുകളിൽ അശ്വിന്റെ മുറിയിൽ ഗോകുലും അവനും കൂടി എത്തിച്ചു. അളിയ ആദ്യം ഞാൻ, ഗോകുൽ അശ്വിനോട് പറഞ്ഞു. അത് പറ്റില്ല അളിയ, ഉദ്ഘാടനം ഞാൻ. അത് കഴിഞ്ഞ് അളിയൻ വൈകുന്നേരം വരെ അയക്കോ. അപ്പോൾ ഇവളെ എപ്പോൾ വിടും? നമ്മളുടെ ആഗ്രഹം തീർന്നിട്ട്. എന്തായാലും ഇന്ന് ഇവളെ ഞാൻ വിടത്തില്ല. രാത്രി മുഴുവനും എനിക്ക് ഇവളെ ആഘോഷിക്കണം. ആദ്യം ഞാൻ കഴിഞ്ഞിട്ട് അളിയൻ എത്ര വേണേലും അയക്കോ. ഗോകുൽ സമ്മതിച്ചു. പക്ഷെ അവൻ്റെ ഉള്ളിൽ ചെറിയ പേടിയുണ്ടായിരുന്നു. അവളിത് പുറത്ത് ആരോടും പറയാതിരിക്കാൻ വേണ്ടി അശ്വിനുമായുള്ള സീൻ അവൻ്റെ മൊബൈലിൽ പകർത്തി. അശ്വിൻ്റെ ഊഴം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം വരെ ഗോകുലിൻ്റെ ഊഴമായിരുന്നു. അവളുടെ മയക്കം തെളിയുമ്പോഴെല്ലാം അവർ വീണ്ടും വീണ്ടും മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അവളെ കാണാനില്ലെന്ന് വീട്ടുകാരെ അറിയിച്ചപ്പോൾ അവർക്കൊപ്പം സ്റ്റേഷനിൽ പോകാനും അവർ മറന്നില്ല. ആ സമയത്തെല്ലാം അവർ അവളെ ഇഞ്ചക്ട് ചെയ്ത് മയക്കി കിടത്തി. രാത്രി 1 മണി കഴിഞ്ഞപ്പോൾ ഗോകുലിന്റെ ഫോണിലേക്ക് അശ്വിന്റെ വിളിയെത്തി. അപ്പോൾ ഗോകുൽ രജനിയുടെ നഗ്നമേനി മൊബൈലിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ അളിയ, തളർന്നോ? എടാ പ്രശ്നമായി. അശ്വിന്റെ പതർച്ച തിരിച്ചറിഞ്ഞ ഗോകുൽ ജാഗരൂകനായി. എന്താടാ? എടാ, അവൾ ഇടയ്ക്കൊന്ന് ഉണർന്നു. അലറി വിളിക്കാതിരിക്കാൻ ഞാൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. ആള് തീർന്നു. നീ ഒരു കാര്യം ചെയ്യേ, അവളെ രാവിലെ മമ്മി കാണാതെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കേ. രാവിലെ എന്തെങ്കിലും ചെയ്യാം. പിറ്റേന്ന് രാവിലെ ഗോകുൽ ഹാക്സോ ബ്ലേഡുമായി ചെന്നു. ബാത്റൂമിലിട്ട് അവളുടെ കൈകാലുകൾ അറുത്തുമാറ്റി ചാക്കിൽ കെട്ടിവെച്ചു. ശേഷം നിലമേൽ പോയി നമ്പർ പ്ലേറ്റും സംഘടിപ്പിച്ച് അവർക്ക് കഞ്ചാവും മയക്കുമരുന്നും കൊടുക്കുന്ന ഫ്രണ്ടിന്റെ വണ്ടിയുമായി വന്നു. ചാക്കുകെട്ട് വണ്ടിയിൽ വെച്ചു. രാത്രിയിൽ അവർ വർക്കലയിൽ കൊണ്ടുപോയി. ഓങ്ങനാട് പെട്രോൾ പമ്പിൽ വെച്ച് അക്ഷയ അവരെ കാണുകയും പിന്തുടരുകയും ചെയ്തു. ചാക്കുകെട്ട് റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചിടുന്ന വീഡിയോ അവൻ പകർത്തി. തിരിച്ചു വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയ അവർ അക്ഷയെ കണ്ടു. അവൻ ജീവനോടെ ഉണ്ടായാൽ തങ്ങൾക്ക് ആപത്താണെന്ന് തിരിച്ചറിഞ്ഞ അവർ അവനെയും തീർത്തു. എല്ലാം കേട്ടുകഴിഞ്ഞ് സഞ്ജീവ് ഇരുവരെയും മാറി മാറി തള്ളി. പ്രവീൺ അവനെ പിടിച്ചുമാറ്റി. സ്വന്തം സഹോദരങ്ങളെപ്പോലെ സ്നേഹിച്ച അവളെ തന്നെ നീക്ക് ഇങ്ങനെ ചെയ്തല്ലോടാ ദ്രോഹികളെ. സഞ്ജീവ് പൊട്ടിക്കരഞ്ഞു. യദുവും കിരണും അവനെ ചേർത്ത് പിടിച്ചു. സാറേ, ഈ മറ്റേ മോന്മാരെ ഞങ്ങൾക്ക് വിട്ടുതാ സാറേ. ഇവനൊന്നും ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. എല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ കൂടെ നിന്നേക്കുന്നു പട്ടികൾ. രാഷ്ട്രീയ നേതാക്കന്മാരുടെ രോക്ഷം മണപൊട്ടി.
അത് മനസ്സിലാക്കിയ പോലീസ് സംഘം അവരെ ബലമായി പുറത്താക്കി. ഹമീദക്ക ഇവരെ ഇപ്പോൾ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യണം. തെളിവെടുപ്പിന് പ്രതികളെ വിട്ടുകിട്ടാനുള്ള ആപ്ലിക്കേഷൻ കൂടെ കൊടുത്തേക്ക്. പ്രവീണും റിയാസും കൂടി ചെല്ല്. പുറത്ത് മീഡിയയും നാട്ടുകാരും നിൽപ്പുണ്ട്, സൂക്ഷിക്കണം. ശരി സാർ. അവരെയും കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാർ വളഞ്ഞെങ്കിലും ഒരുവിധം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പൂവൻപാറ പാലം എത്താറായപ്പോൾ പുറകിൽ അവർക്കൊപ്പം ഇരുന്ന പ്രവീൺ അവരെ നോക്കി. നീക്ക് കൊന്നു തള്ളി അവരുടെ മാതാപിതാക്കൾ നൽകുന്ന നികുതിപ്പണം കൊണ്ട് തിന്നുകൊഴുത്ത് ജീവിക്കാൻ നിനക്കൊന്നും അവകാശമില്ല. നിന്റെയൊക്കെ വിധി ഇവിടെ ഞാൻ നടപ്പാക്കുക. അതിനുള്ള ശിക്ഷ എന്ത് തന്നെയായാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. അപ്പോഴേക്കും ജീപ്പ് പാലത്തിൽ കടന്നിരുന്നു. പ്രവീൺ സൈഡ് ഡോർ തുറന്ന് ഇരുവരെയും റോഡിലേക്ക് തള്ളിയിട്ടു. എതിരെ വന്ന കണ്ടെയ്നർ ലോറി അവരുടെ ദേഹത്തുകൂടി കയറിയിറങ്ങി. ന്യൂസ് ചാനലുകളിലെ ബ്രേക്കിംഗ് ന്യൂസ് അതായിരുന്നു. രജനി വധക്കേസിലെ പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി പൂവൻപാറ പാലത്തിൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന ജീപ്പിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എതിരെ വന്ന കണ്ടെയ്നർ ലോറി കയറി പ്രതികൾ കൊല്ലപ്പെട്ടു. ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന ഷാഹുലിന്റെ ചുണ്ടിൽ ഒരു ഗൂഢ മന്ദസ്മിതം വിരിഞ്ഞു. കഥ അവസാനിച്ചിരിക്കുന്നു. ശരിക്കും ഇതൊന്നും നടക്കില്ലെങ്കിലും സംഭവം അടിപൊളിയായി. അവന്മാരൊന്നും ജയിലിൽ കിടന്ന് തിന്നു കൊടുക്കണ്ടെന്നേ, തട്ടിക്കളയണം ഇങ്ങനെയുള്ള എല്ലാത്തിനെയും. എന്ത് ചെയ്യാനാ, നമ്മുടെ നാട്ടില് തൂക്കുകയറ് വിധിച്ചാലും തൂക്കിക്കൊല്ലുന്നതൊന്നും നടപടിയുള്ള കേസാണെന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ കുറേ നാളും തിന്ന് ഇങ്ങനെ കൊഴുത്ത് ജീവിക്കും. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.